കർത്താവിന്റെ കൃപ നമ്മിലേക്ക് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എഴുതിയെടുക്കേണ്ടവർ എഴുതിയെടുത്തണം. ഇത് പരിശുദ്ധാത്മാവ് നൽകുന്ന വചനങ്ങളാണ്. ഈ കൂട്ടായ്മയ്ക്ക് കർത്താവ് തരുന്ന വലിയൊരു വചനമാണ്. നമുക്കത് സ്വീകരിക്കാം. സ്വരപ്പെടുത്തി ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66 2-ാമത്തെ വചനം. എന്തേറ്റല്ലാമോ? ആത്മാവിൽ എളിമയും ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി. 1 യോഹന്നാൻ 5:18-19 വചനം വലിയൊരു വചനമാണ്. അതായത് യോഹന്നാൻ പറയാണ്, പരിശുദ്ധൻ പറയാണ്, ഈ ലോകം മുഴുവനും പൈശാചിക ശക്തികളുടെ അടിമത്തത്തിലാണെന്നാണ് പറയുന്നത്. ലോകം മുഴുവനും പൈശാചിക ശക്തികളുടെ അടിമത്തത്തിലാണ്. സത്യമാണത്, 100% സത്യമായ കാര്യമാണ്. ഈ ലോകം മുഴുവൻ തന്നെയും അത് വചനം അതേപടി ഞാൻ വായിക്കാം. 1 യോഹന്നാൻ 5:19 വചനമാണ്. ദുഷ്ടൻ അവനെ തൊടുകയില്ല, നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു ഒക്കെ പറഞ്ഞു. ഹല്ലേലൂയ. ലോകം മുഴുവൻ തന്നെ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്ന് നാം, അതുകൊണ്ടാണ് ഈശോ ലൂക്കാസ് സുവിശേഷം 9-ാം അധ്യായം 1-2 വചനം, അവൻ 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്ത് സകല പിശാചുക്കളുടെ മേൽ അവൻ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു, ഒപ്പം രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും ദൈവരാജ്യം പ്രഘോഷിക്കാം. അപ്പൊ ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തിട്ട് ആദ്യം കൊടുക്കുന്ന അധികാരം, ആദ്യം കൊടുക്കുന്ന അഭിഷേകം സാത്താന്റെ ശക്തികളുടെ മേലുള്ള അധികാരമാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അതാണ് മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 16-20 വരെയുള്ള വചനത്തിൽ കാണാൻ പറ്റും. അതായത് നിങ്ങൾ ലോകമെങ്ങും പോയി സമസ്ത സൃഷ്ടികളോട് സുവിശേഷം പ്രഘോഷിക്കുവിൻ, വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും, വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും, അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. ആദ്യം കൊടുക്കുന്ന അധികാരം കൃപയായിട്ട് കൊടുക്കുന്നത് പിശാചുക്കളെ ബഹിഷ്കരിക്കാന്നുള്ളതാണ്. കാരണം ഇതില്ലാണ്ട് ഒരിക്കലും അഭിഷേകത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ആർക്കും പറ്റത്തില്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 17-20 വരെയുള്ള വചനം, 72 പേര് സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുക. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുകയും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പൊ അവിടെ അതുപോലെ തന്നെ മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 28-29 വചനം, ദൈവാത്മാവിനാലാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു. അഥവാ ശക്തനായവന്റെ ഭവനത്തിൽ കയറി കവർച്ച ചെയ്യാൻ ആദ്യം അവനെ ബന്ധിക്കണം. അതായത് ചില വ്യക്തികളെ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന ചില സ്പിരിറ്റുകളുണ്ട്. ഈ സ്പിരിറ്റുകൾ പ്രവർത്തിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒരിക്കലും മുന്നോട്ടും പറ്റില്ല. ആ വ്യക്തിക്ക് വചനം കേൾക്കാൻ പറ്റില്ല, ആ വ്യക്തിക്ക് ഉപസരിക്കാൻ പറ്റത്തില്ല, അവർക്ക് അനുദവിക്കാൻ പറ്റില്ല. ആ വ്യക്തിയുടെ ചില പൈശാചിക ബന്ധനങ്ങൾ ഇങ്ങനെ നിൽക്കും, ഭയങ്കരമായിട്ട് ബന്ധനത്തിൽ. അപ്പൊ ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും ആൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ സ്ഥലമുണ്ട്. നമുക്ക് നമ്മുടെ കുഴപ്പമില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബൈബിള് നമ്മൾ പഠിക്കാത്തതുകൊണ്ടാണ് നമുക്ക് അഭിഷേകം കിട്ടാത്തത്. പറഞ്ഞ ഹല്ലേലൂയ. മർക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 27 പറയും, ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം. അവന്റെ മേലുള്ള കൺട്രോളിങ് സ്പിരിറ്റിനെ ബന്ധിക്കപ്പെടണം. ബന്ധിക്കപ്പെടാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് ഈശോ പഠിപ്പിക്കുക. മർക്കോസ് സുവിശേഷത്തിന്റെ 12-ാം അധ്യായം, മർക്കോസ് സുവിശേഷത്തിന്റെ 12-24 വിശുദ്ധ ലിഖിതങ്ങളോ ദൈവവചനത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. എല്ലാവർക്കും തെറ്റും. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവവചനത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. അതുകൊണ്ട് ശരിക്കും നമുക്കിത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമുക്കൊന്നും അറിയാം, നമ്മൾ വേറെ ലോകത്താണ് വേണ്ടത്. ശരിക്കും നമ്മൾ ആത്മീയതയുടെ വഴിയിലോട്ട് വരുമ്പോൾ, ശരിക്കും നമ്മൾ പരിശുദ്ധാത്മാവിൽ സ്പർശ ചെയ്യുമ്പോൾ ശരിയായ ബോധ്യങ്ങൾ നമുക്ക് കിട്ടുന്നു. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഒരിക്കലും എൻ്റെ അടുത്തൊരു സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. വലിയൊരു സംഭവമാണ്. ഒരമ്മ തന്റെ മോനുമായിട്ട് എൻ്റെ അടുത്ത് വന്നു. ഈ മോന് 6 മാസമായിട്ട് അവൻ 10th പഠിക്കുന്നവനാണ്. 10th ലാസ്റ്റ് എക്സാമിന് മുമ്പുള്ള മോഡൽ എക്സാം കഴിയുമ്പോൾ അവന്റെ മാർക്ക് ഒത്തിരി ഡൗൺ ആയി.
ദാറ്റ് മീൻസ് അവരുടെ 95% മുകളിൽ മാർക്കുണ്ടായിരുന്ന കുട്ടിക്ക് ഒരു 75% ആ അറൗണ്ട് മാർക്കേ ഉള്ളൂ. അപ്പോൾ ഇവന് മാത്രമല്ല, ഇവന് പപ്പയോടും അമ്മയോടും ഭയങ്കര ദേഷ്യം, വലിയ കോപമാണ് ഇവന്. അതുപോലെ തന്നെ പള്ളിയിൽ ഓൾട്ടർ ബോയ് ആയിരുന്നു, പക്ഷെ അവന് ഓൾട്ടർ ബോയ് ഇപ്പൊ അവൻ പോവുകയാണ്. അച്ഛന്മാരെയൊക്കെ കുറ്റം പറയും, സഭയൊക്കെ കുറ്റം പറയും. പെട്ടെന്ന് ഇവനൊരു ചേഞ്ച്. പിന്നെ സന്ധ്യാപ്രാർത്ഥന ഒന്നും ചെല്ലത്തില്ല, എന്തെങ്കിലും പറഞ്ഞു ദേഷ്യപ്പെടും, കിടന്നുറങ്ങും, ഒരുപാട് കിടന്നുറങ്ങും. ടെലിവിഷന്റെ മുമ്പിലാണെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറാനായിട്ട് അപ്പനമ്മ ആവശ്യപ്പെടും, ഭയങ്കര ദേഷ്യപ്പെടും. ടെലിവിഷൻ ഓഫാക്കി അവൻ പ്രശ്നം ഉണ്ടാക്കും. അവന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകും, പോകരുതെന്ന് പറഞ്ഞാൽ അവൻ പോകും. അവനൊരു പ്രത്യേക രീതി എത്ര അടിച്ചാലും എത്ര ശിക്ഷണം കൊടുത്താലും ഈ കൊച്ചിന് യാതൊരു ചേഞ്ചും ഇല്ല. അവനങ്ങ് പെട്ടെന്നൊരു മാറ്റം. അപ്പൊ ഇത് വന്നപ്പോഴത്തേക്ക് അമ്മ ആകെ തകർന്നു. ആ അമ്മ ഈ കുഞ്ഞുമായിട്ട് എന്റെ അടുത്ത് വന്നു, ക്രിസ്തുലോഷം എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് അച്ഛാ ഈ സംഭവം എങ്ങനെയാണെന്ന് എന്നോട് പറയാം, മുറിയെന്ന് പറയാം. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പരിശുദ്ധാത്മ എന്റെ ഉള്ളിൽ ശക്തമായിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിനൊരു പൈശാചിക ബന്ധനം ഒരു കണ്ടു. ഇതുപോലെ തന്നെ ശക്തനായ ഒരു സ്പിരിറ്റ് ഇവന് പ്രവർത്തിക്കുന്നുണ്ട്. അത് ബന്ധിക്കപ്പെടാതെ ഇവനോടൊന്നും പണ്ട് കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവന്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്റെ മുറിക്ക് വെളിയിൽ ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു. അമ്മ വെളിയിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മ ഇവന്റെ തലയിൽ എന്നോട് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കൈവച്ച് ഞാൻ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മ എന്നോട് ഒരു കാര്യം പറഞ്ഞു. ഇവന്റെ ഒരു കാര്യം എന്നോട് പറഞ്ഞു. അതായത് 6 മാസം മുമ്പ് ക്ലാസ് മുറി വെച്ച് ഇവനൊരു മോശമായ ചില പ്രവർത്തികൾ ഇവനും കൂട്ടുകാരും കൂടെ സെക്ഷൽ ആയിട്ടുള്ള ചില പ്രവർത്തികൾ ചെയ്ത സംഭവം ഇങ്ങനെ പരിശുദ്ധാത്മാവ് എന്റെ മനസ്സുകൊണ്ട് പറയാൻ ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ ഇവനൊക്കെ കരയാൻ തുടങ്ങി. അച്ഛാ സത്യം അച്ഛാ, 6 മാസം മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു തെറ്റ്, ഞങ്ങളെല്ലാം കൊണ്ട് ഒരു തെറ്റിലേക്ക് അങ്ങ് പോയി. അപ്പൊ ഈ അന്ന് തൊട്ട അച്ഛാ എനിക്ക് മാറ്റം വന്നിരിക്കുന്നത്, എനിക്കൊരു വ്യത്യാസം. അപ്പൊ ഞാനൊരു തല കുരിശിറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓർന്ന് കേൾക്കും പ്രസലോഷം. അപ്പോൾ ഇവർ കൃത്യമായിട്ട് ഇവനോട് മുഴുവൻ പറയണം. അവിടെ പിന്നെ കുമ്പസാരിച്ച് അവന്റെ മുന്നിൽ മുട്ടുകുത്തി പാപം മുഴുവൻ ഏറ്റു പറഞ്ഞു. ഞാൻ പാപമോചനം കൊടുത്തു. പാപമോചനം കൊടുത്തതിന് ശേഷം അതിനുശേഷം ഇവന്റെ തലയ്ക്ക് യേശുനാമത്തിൽ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഇവനങ്ങ് ബോധം കെട്ടങ്ങ് വീണു. ബോധം കെട്ട് വീണിട്ട് ഇവന്റെ മുറിക്കകത്തോട് ഇങ്ങനെ എഴയും. ശരിക്കും ഒരു പാമ്പട. ഉൽപ്പത്തി പുസ്തകം 1-3 വരെ പറയുന്ന വചനം സത്യമാണ്. അതായത് ദൈവമായ കർത്താവ് സൃഷ്ടിച്ച വന്യമൃഗങ്ങൾ വെച്ച് ഏറ്റവും കൗശലശാലിയായ സർപ്പം. ശരിക്കും സ്പിരിറ്റ് ഒത്തിരി കാണാൻ ഇങ്ങനെ കണ്ടു. സർപ്പ എഴയുന്നതുകൊണ്ട് ഇങ്ങനെ എഴയും. എഴഞ്ഞിട്ട് ഇവൻ താഴോട്ട് ഇവനോട് കെട്ടുന്നു. ഇങ്ങനെ എഴഞ്ഞിട്ട് അവന്റെ എന്റെ മുറിയുടെ ഭിത്തിക്കിട്ട് പോയിട്ട് ഒരു തലമയം ഇടിച്ചിട്ട് ബോധം കെട്ടോടെ കിടന്നു. അപ്പൊ ഞാൻ പിന്നെ ഹോളി വാട്ടർ ഇവന്റെ തലയിലോട്ട് കുറെ ഒഴിച്ചപ്പോഴത്തേക്ക് കണ്ണു തുറന്നു എഴുതിട്ട് അപ്പൊ പിന്നെ എന്തോ ഒരു ഇവന്റെ ദേഹത്തുനിന്ന് എന്തോ ഒരു സംഭവം, എന്റെ ഭാരം പോയ പോലെ, മനസ്സിലൊരു ഭാരം പോയ പോലെ ഇവനെ എഴുന്നേറ്റ് വന്നു. അതിന്റെ കണ്ണ് നിറഞ്ഞൊഴുക. എന്നെ വന്ന് എന്റെ കാലോട്ട് പിടിച്ചവന് നമ്മുടെ മോനെ എഴുന്നേക്കണം പിടിച്ച് എഴുന്നേപ്പിച്ചു. ഞാൻ പറഞ്ഞിട്ട് അമ്മയെ വിളിക്കാൻ പറഞ്ഞു. അവൻ പുറത്തോട്ട് അമ്മയെ വിളിച്ചു. അമ്മ പുറത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അമ്മ കയറി വന്നപ്പോൾ ഇവൻ എന്റെ മുന്നിൽ വെച്ച് അമ്മയുടെ കഴുത്തലോട്ട് കെട്ടിപ്പിടിച്ചിട്ട് അമ്മയുടെ മുഖത്തെ കുറെ പ്രാവശ്യം കിസ് ചെയ്തു. പ്രിസലോഷ്. അപ്പൊ അമ്മ ആ സമയത്ത് എന്നോട് പറഞ്ഞു, അച്ഛാ ഇത് പഴയ കൊച്ച, പ്രിസലോഷ്, ഇത് പഴയ ആളാണ്, ഇത് കംപ്ലീറ്റ് മാറിപ്പോയി. അച്ഛൻ എന്താ സംഭവിച്ചു? ഞാൻ പറഞ്ഞു ഒന്നുമില്ല, നിങ്ങൾ ചോദിക്കേണ്ട, അത് ഈശോ അവന്റെ കാര്യത്തിൽ ഇടപെട്ട് നിങ്ങൾ കൊള്ളാൻ പറഞ്ഞു. ഞാൻ അവരെ പറഞ്ഞു വിട്ടു. പ്രിയപ്പെട്ട മക്കൾ, ഇതാണ് കൺട്രോളിങ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിൽക്കുമ്പോൾ ഇവനിലേക്ക് എന്ത് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. ഏത് വചനം കൊടുത്താലും എതിര് ചിന്തിച്ചുകൊണ്ടിരിക്കും. ആന്റി സ്പിരിറ്റ് എതിര് പറഞ്ഞുകൊണ്ടിരിക്കും. ജസ്റ്റ് അച്ഛൻ വചനം കൊടുക്കുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ചിന്തിച്ചുകൊണ്ടിരിക്കും സ്പിരിറ്റ്. അതിനൊരു പ്രത്യേകതയായ സ്പിരിറ്റിന്റെ ആന്റി സ്പിരിറ്റ് എന്ന് പറയും. അത് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞു യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും അവനെ കീഴ്പ്പെടുത്തിയിട്ടിരിക്കുക. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ആളുകൾ ഞങ്ങളുടെ സെന്ററുണ്ടായ വലിയൊരു മിറക്കൾ, വലിയൊരു മിറക്കള്. കർത്താവിന് എത്രമാത്രം നന്ദി പറഞ്ഞാൽ എനിക്ക് വരില്ല. എൻ്റെ ഓഫീസിന്റെ ഫിനാൻസിന്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പയ്യനുണ്ട്. അവനൊരു 34-35 വയസ്സ് പ്രായമുണ്ട്. അവന് കല്യാണം കഴിച്ചു, അവന് കുട്ടിയുണ്ട്. അവന്റെ വൈഫ് ദുബൈ ഭാഗത്ത് വർക്ക് ചെയ്യണം. അപ്പൊ ഇവന്റെ അപ്പനമ്മ, ഇവന് കുഞ്ഞ്, അവന്റെ പെങ്ങള്, ഇതെല്ലാം വീട്ടിലാണ്. ആൾക്കാർ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്താണ് ഇവരുടെ വീട്, താമസിക്കുന്ന സ്ഥലം. അപ്പൊ അങ്ങനെ ഇവന് സ്ഥിരമായിട്ട് തലവേദന ഉണ്ട്, ശക്തമായ ഹെഡേക്ക് വന്നിട്ട് ഇവന് ഇടയ്ക്ക് ലീവ് എടുത്തു പോകും. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു ദിവസം പറഞ്ഞു മോനെ പോയി ചെക്കപ്പ് ചെയ്യണം. അപ്പൊ അങ്ങനെ അവന് കട്ടപ്പനയുള്ള സെന്റ് ജോൺസ് നല്ല ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇവന് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇവന് തലയ്ക്കൊന്ന് സീരിയസ് ആയ പ്രശ്നമുണ്ട്, ബ്രെയിനൊരു പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് അടുത്ത ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ. അങ്ങനെ ഞങ്ങൾ അവനെ നേരെ ഇവിടെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് ബോബി ജോസ് എന്ന് പറയുന്ന ന്യൂറോ സർജൻ,
നല്ല വേൾഡ് ഫേമസ് പേഷ്യൻ. അദ്ദേഹം ഈ ഇവിടെയൊക്കെ US-ലൊക്കെ വരുന്നതാണ്, സെമിനാറുകൾക്ക്, ഇന്റർനാഷണൽ സെമിനാറുകൾ നടത്തുന്ന ഈ ന്യൂറോ സർജന്മാരുടെ ഒരു ഇന്റർനാഷണൽ ഗ്യാതറിംഗ് ഉണ്ട്, അതിൽ സെമിനാർ കൊടുക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ഈ വളരെ ഫേമസ് ആയ മനുഷ്യനാണ് ഡോക്ടർ, വളരെ മിടുക്കനായ ഡോക്ടർ. അപ്പൊ ഈ ആള് ഉടനെ കണ്ടപാടെ പറഞ്ഞു തലച്ചോറിന്റെ പ്രശ്നമാണ്, ബ്രെയിൻ ആൻജിയോഗ്രാം ചെയ്യാൻ പറഞ്ഞു. ഉടനെ ബ്രെയിൻ ആൻജിയോഗ്രാം ചെയ്തു. ബ്രെയിൻ ആൻജിയോഗ്രാം ചെയ്ത് വന്നപ്പോൾ കാണുന്നത് തലയ്ക്കകത്ത് ഒരു ഫെസ്റ്റുല, ശരിക്കും ഫെസ്റ്റുല അതിന്റെ നല്ല ഗ്രോത്ത് ആയിട്ട് അത് പൊട്ടാൻ തുടങ്ങുകയാണ്, പൊട്ടാൻ പോകും. ശരിക്കും അതിനെ കുറിച്ച് അതേപടി ഞാൻ വായിക്കാം. എന്റെ പേര് അരുൺ. എനിക്ക് ഫെബ്രുവരി 16 ശക്തമായ തലവേദനയും അസ്വസ്ഥതയുമായി കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കി. CT സ്കാൻ ചെയ്തപ്പോൾ പ്രശ്നം കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ ബ്രെയിൻ ആൻജിയോഗ്രാം ചെയ്യുകയും വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഡ്യുറൽ AV ഫെസ്റ്റുല ആണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അതുകൂടാതെ ബ്രെയിനിൽ 5.6 സെന്റിമീറ്റർ നീളത്തിലൊരു ക്ലോട്ട്, ബ്ലഡ് ക്ലോട്ടിങ് ഉണ്ടെന്നും കൂടെ കാണുകയും ചെയ്തു. ഡ്യുറൽ AV ഫെസ്റ്റുലയിൽ തലച്ചോറിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന മെയിൻ ആർട്ടറിയും ഒരു ഞരമ്പും തമ്മിലുള്ള അബ്നോർമൽ കണക്ഷൻ മൂലം ആർട്ടറിയിൽ നിന്ന് ബ്ലഡ് വെയിനിലെത്തി ഡൈലേറ്റ് ആയിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. ഇത് എപ്പോൾ വേണമെങ്കിലും പൊട്ടുകയും മരണം പോലും സംഭവിക്കാൻ ചെയ്യാവുന്ന അതീവ ഗുരുതരമായ നിലയിലായതിനാൽ എത്രയും വേഗം സർജറി നടത്തണമെന്ന്, ബ്രെയിൻ ഓപ്പറേഷൻ നടത്തണമെന്ന് ഡോക്ടർ പറഞ്ഞു. 4 ലക്ഷം രൂപ വരുന്ന ഒറ്റ ഒരു ഓപ്പറേഷൻ ആണെന്ന് ഈ ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഈ സത്യത്തിൽ പറയുമ്പോൾ ഞാൻ ഷോക്ക്ഡായി പോയി. കാരണം എന്റെ ഓഫീസിൽ 6-7 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന കുഞ്ഞാണ്. അപ്പോഴിങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദിവ്യകാരണത്തിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. പക്ഷെ എന്താ ഇന്ന് ഇപ്പൊ ഞാനിപ്പോ എല്ലാവരും ലോകത്തിലെ മുഴുവൻ ആളുകളും ബുദ്ധി കൊണ്ട് അളക്കും, പക്ഷെ ഞാൻ ആ വഴിയിൽ അളക്കാറില്ല. ഞാനെപ്പോഴും പരിശുദ്ധാത്മാവിനോട് ചോദിക്കും, വാട്ട് ഈസ് ആക്ച്വലി ദ റീസൺ ബിഹൈൻഡ് ഓൾ ദീസ് ഇൽനെസ്, ഓൾ ദീസ് പ്രോബ്ലംസ്. അപ്പൊ ഇതിങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, അവന്റെ വീട് പോയിട്ട് ബന്ധിച്ചിരിക്കാൻ പറഞ്ഞു. ആ വീട്ടിൽ ബന്ധിക്കാനും പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ എന്താ അവിടെ ചെല്ലുമ്പോൾ ഞാൻ നിനക്ക് ബാക്കി പറഞ്ഞുതരാം. അങ്ങനെ ഞാൻ അവന്റെ വീട്ടിൽ ചെന്ന് കയറുന്ന പരിശുദ്ധാത്മാവിനോട് ഇവരോട് ചോദിക്കണം, ഈ വീടിനും വീടിന്റെ പരിസരത്തും ഇവര് പുതിയതായിട്ട് മേടിച്ച വീട്, ഈ വീട്ടിൽ താമസിച്ചവരും പണ്ടുണ്ടായിരുന്നവർ എങ്ങനെയുള്ളവരായിരുന്നു ചോദിക്കണം. അതുപോലെ ചുറ്റുമുള്ള വീടുകളൊക്കെ കുറിച്ച് ചുമ്മാ വെറുതെ ചോദിക്കണം. അപ്പൊ പ്രത്യേകിച്ച് ഈ വ്യഭിചാരത്തിന്റെയും മ്ലേച്ഛതയുടെയും ജീവിതം നയിക്കുന്ന ആളുകൾ ഈ പരിസരങ്ങളിലുണ്ടോ എന്ന് ചോദിക്കണം. അതുപോലെ മദ്യപാനം, അതുപോലെ മന്ത്രവാദം, ബ്ലാക്ക് മാജിക്, അങ്ങനെയുള്ള വഴികളിലൂടെ പോകുന്ന, അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ചോദിക്കാം. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത്തരം സംഭവങ്ങൾ ഞങ്ങളുടെ ചുറ്റുമൊക്കെ വളരെ ശക്തമായിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഇത് പറഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. എന്നോട് എന്താ വെച്ചാൽ ചോദിക്കുക, ഞാൻ പറഞ്ഞു ഈശോ എന്നോട് പറഞ്ഞാണ്. അപ്പൊ ഈ ഒരു സ്പിരിറ്റിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കണം. അത് ഹോസി 5:4 പറയും, വ്യഭിചാരത്തിന്റെ ദുർഭൂതം, സ്പിരിറ്റ് ലാസ്റ്റ്, അതിനെ ബൈൻഡ് ചെയ്യണം, അതിനെ ബഹിഷ്കരിക്കണം. കാരണം ഇത് രോഗം വിതയ്ക്കുന്ന ഒരു സ്പിരിറ്റാണ്. ലോകത്ത് ഏറ്റവും രോഗം വിതയ്ക്കുന്ന സ്പിരിറ്റ് ലസ്റ്റ്, അതുപോലെ സ്പിരിറ്റ് ഓഫ് ഇതിങ്ങനെ ബ്ലാക്ക് മാജിക്, ഇത്തരം സ്പിരിറ്റുകൾ രോഗങ്ങൾ വിതയ്ക്കുന്നതാണ്. അത് കുടുംബങ്ങളെ അത് പറഞ്ഞാൽ മനസ്സിലാകില്ല, അനുഭവം കൊണ്ട് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. അപ്പൊ ഇത്രയും പറഞ്ഞ ശേഷം ഞാൻ അപ്പൊ ഇവന്റെ വീട്ടിൽ ചെന്നു. ഇവന്റെ വീട്ടിൽ വെഞ്ചരിക്കാൻ ഇഷ്ടമാണ്. വീട് മുഴുവൻ വെഞ്ചരിച്ചതിന് ശേഷം ഇവിടെ എല്ലാം തലയൊക്കെ വെച്ച് കുരിശ് വെച്ചു. ഇവന്റെ അപ്പന്റെ തലയെ കുരിശ് വരയ്ക്കും. അപ്പനൊക്കെ ബോധം കെട്ടൊന്നും വീഴുകയും തൊടുന്നതിനൊക്കെ തോട്ട് വീഴും. അമ്മയുടെ തലയൊക്കെ വെച്ച് പാവരമ്മ, വിശുദ്ധിയായൊരമ്മ, എന്നും പള്ളിയിൽ പോകുന്ന പ്രാർത്ഥിക്കുന്നൊരമ്മ, ക്ഷമം ബോധം കെട്ട് വീഴുകയും. ഒരു 10-20 പ്രാവശ്യം അമ്മ ബോധം കെട്ട് വീണു. അതിനുശേഷം ഇവന്റെ കുഞ്ഞ് ഒരു 2.5 വയസ്സ്, ആ കൊച്ചിന് തലയൊക്കെ വെക്കേണ്ടതായിട്ട് വീഴും. അവന്റെ പെങ്ങള് അതിന്റെ ഇതുപോലെ തന്നെ ഇവനെ തലൊക്കെ ഇവനെ കുറെ പ്രാർത്ഥിച്ചപ്പോൾ ഈശോ നമുക്ക് കാണാം, ഓരോ പ്രയർ കഴിയുമ്പോൾ ഓരോ ഇങ്ങനെ തിന്മയുടെ ശക്തികൾ ഇവന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നത് എനിക്ക് ശരിക്കും അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. കാരണം പരിശുദ്ധാത്മാവിന്റെ ഒരു കൃപ പ്രവർത്തിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റി, ശരിക്കും റിലീസ് ചെയ്യും. അപ്പൊ എല്ലാം കഴിയുമ്പോൾ കുറഞ്ഞ അനമ്പുള്ളെല്ലാം തളിച്ചു, വീട് മുഴുവൻ തളിച്ചു. പക്ഷെ എന്നാ ചെയ്യണം എന്നോട് ചോദിച്ചു. വാട്ട് ഷുഡ് ഐ ഡു? ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ചെല്ലുന്ന ഒരു ചൊവ്വാഴ്ച ദിവസം, ഫ്രൈഡേ ആണ് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, മുന്നേ കാര്യം ചെയ്യും, ഏതായാലും നീ അതിനു മുമ്പായിട്ട് ഒരു ഡോക്ടറിനെയും കൂടെ ഒരു ഒപ്പീനിയൻ എടുക്കാനായിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ എവിടെ പോകണമെന്ന് വെച്ചാൽ നമ്മൾ എറണാകുളം ലിസി ഹോസ്പിറ്റലിലെ ന്യൂറോ സർജനെയും കൂടെ ഈ മറ്റു റിപ്പോർട്ട് കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അപ്പൊ ഈ റിപ്പോർട്ടും അഞ്ചോഗ്രാം ടെസ്റ്റ് നടത്തിയതിന്റെ മുഴുവൻ റിപ്പോർട്ടുമായിട്ട് എറണാകുളം മെഡിക്കൽ ലിസി ഹോസ്പിറ്റലിലെ ന്യൂറോ സർജനെ കൊണ്ട് കാണിച്ചു. ന്യൂറോ സർജൻ നോക്കിയിട്ട് ഉടനെ പറഞ്ഞു, ഇത് എമർജൻസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യണം, നിങ്ങൾ വൈകി കഴിഞ്ഞാൽ അപകടം. ബ്രെയിൻ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ, കാരണം അവിടെ ബ്ലഡ് അങ്ങോട്ടും ഫ്ലോ ചെയ്യുന്നുണ്ട്. പൊട്ടിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആൾ മരിച്ചു പോകാം, അല്ലെങ്കിൽ ശരീരത്തിൽ ഒരു ഭാഗം മുഴുവൻ പാരലൈസ്ഡ് ആയിട്ട് പോകാം, അല്ലെങ്കിൽ ആൾ കോമ സ്റ്റേജിൽ മരിച്ചു പോകാം. വെരി ക്രിട്ടിക്കൽ ലെവലില്.
അപ്പൊ ഇതിന് ഒരു മെഡിസിൻ ഉള്ളത്, ഇത് അമേരിക്കൻ പ്രോഡക്റ്റ്, ഒരു ഗ്ലൂ ഉണ്ട്. ഈ ഗ്ലൂ കൊണ്ടുവന്നിട്ട് ഇവര് വെയിൻ കട്ട് ചെയ്തിട്ട് വെയിൻ കൂടെ കയറ്റിവിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അത് പേസ്റ്റ് ചെയ്ത് വെക്കണം. അങ്ങനെയാണ് ഇതിനെ ചെയ്യേണ്ടത്. ആ ഒരു ഗ്ലൂവിനകത്ത് അതിന് തന്നെയാണ് 2.5 lakh rupees ഇന്ത്യൻ കറൻസി വരും. അത്രയും വരുന്ന സംഭവം. അതാണ് എന്നോട് ചെയ്യാൻ പറയുന്നത്. പെരുവചനം പെട്ടെന്ന് ചെയ്യാൻ പറയും. അപ്പൊ ഉടനെ തന്നെ ഇവനെ ആശുപത്രിയിൽ കയറ്റി. അപ്പൊ എന്നോട് ചോദിച്ചു, അച്ഛൻ എന്ത് ചെയ്യണം? ഇവരെ പേടിക്കണ്ട, പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞിരിക്കുന്നത് നിന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്ന്. പക്ഷെ ഡോക്ടർമാർ തെളിയിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അവരിലൂടെ വരട്ടെ. അങ്ങനെ ഇവനെ ഹോസ്പിറ്റലിൽ കയറ്റി, ഇവനെ ഓപ്പറേഷനായിട്ട് കയറ്റി, പിന്നെ അനസ്തേഷ്യ കൊടുത്തിട്ട് പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്തു. തുടങ്ങുന്ന ആദ്യമായിട്ട് ഇവർ ചെയ്യുന്നത് ഇതിന്റെ അഞ്ചോഗ്രം ഒന്നും കൂടെ ചെയ്തിട്ട് വേണം ഇത് തീരുമാനം എവിടെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കണം, സ്പോട്ട് കണ്ടുപിടിക്കണം. അങ്ങനെ രണ്ടാമത് ഇവര് അഞ്ചോഗ്രം ചെയ്യുമ്പോൾ മൈ ഫ്രണ്ട്സ്, അങ്ങനെ നോക്കുമ്പോൾ തലച്ചോറിൽ അങ്ങനെ ഒരു ഫെസ്റ്റിലായില്ല, അങ്ങനെ ഒരു സംഭവമില്ല. കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ചെയ്തിട്ടായിട്ട് ടോട്ടലി ഹീൽഡ്. അപ്പോൾ ഇവന് 6 മണിക്കൂർ തൊട്ട് 8 മണിക്കൂറത്തെ ഓപ്പറേഷനാണ് പറഞ്ഞത്. 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ പറയുന്നുണ്ട്, വായിച്ച് കേൾപ്പിക്കാം. അതിനുശേഷം പറഞ്ഞു, ആരാധനയിലും പരിശുദ്ധ കുർബാനയിലും ഹൃദയം ഒരുക്കി ഞങ്ങൾ പ്രാർത്ഥിച്ചു. തുടർന്ന് അച്ഛന് എന്റെയും കുടുംബാംഗങ്ങളെ ശിരസിൽ കൈവച്ച് എല്ലാ പൈശാചിക ശക്തികളെയും ബന്ധിച്ച് പ്രാർത്ഥിച്ചു. ഈശോ വലിയ അത്ഭുതം പ്രവർത്തിച്ച് എന്നെ സുഖപ്പെടുത്തിയ നിമിഷമായിരുന്നു അന്ന്. പിന്നീടാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. ഡോക്ടർ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ആശുപത്രിയിലെത്തുകയും സർജറിക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തി ചെയ്തു. മാർച്ച് 15 രാവിലെ 6 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നു സങ്കീർണമായ സർജറിക്ക് വേണ്ടി 6 മണിക്കൂർ 8 മണിക്കൂർ നിൽക്കുന്നതാണ്. വളരെ സങ്കീർണമായ സർജറിക്ക് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രവേശിപ്പിക്കുകയും അനസ്തേഷ്യ നൽകുകയും ചെയ്തു. സർജറിക്ക് വേണ്ടി ഡോക്ടർമാർ ബ്രെയിൻ ആൻജിയോഗ്രാം നടത്തിയപ്പോൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ശക്തി ആ സമയത്താണ് ഞങ്ങൾ കണ്ടത്. മുമ്പ് പലതവണ നടത്തിയ ടെസ്റ്റുകൾ വ്യക്തമായി കാണാമായിരുന്ന ഡ്യൂറൽ എവി ഫെസ്റ്റുല പരിപൂർണമായി അപ്രത്യക്ഷമായിരിക്കുന്നതായി അതീവ വിസ്മയത്തോടെ ഡോക്ടർമാരെ കണ്ടെത്തി. മരണകരമായ രോഗാവസ്ഥയിൽ നിന്നും എന്റെ ഈശോ എന്നെ അത്ഭുതകരമായി സുഖപ്പെടുത്തി. ദൈവത്തിന് കൊടാനുകൂടി നന്ദി. അവർക്ക് പറഞ്ഞ് കൈകളടിച്ച് കണ്ടോ നന്ദി പറഞ്ഞ് ഓരോ ഉച്ചത്തില് നന്നായിട്ട് ശ്രദ്ധിച്ചു തരണം. ഞാൻ പരിശുദ്ധാത്മാവിൽ ഐ എം ഗോയിങ് ടു സ്പീക്ക് സ്പിരിറ്റ് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിന്റെ ആത്മാവിനോട് പറയാൻ പോവാ. ഇതിന്റെ പിന്നിൽ ഒരു പൈശാചിക ശക്തി പ്രവർത്തിച്ചു. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സ്പിരിറ്റ് അത് വന്ന വഴിയാണ് കണ്ടുപിടിച്ചത്. വന്ന വഴി either through a black magic or through spiritual lust, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഈ മദ്യത്തിന്റെ ചില ആ ദേശെങ്കിലും സ്പിരിറ്റ് ഉണ്ട്. അപ്പൊ ഈ ചില സ്ഥലത്തേക്കും ഈ സ്പിരിറ്റ് ശക്തമായിട്ട് പ്രവർത്തിക്കുന്നത് ഒരു ഇഷ്ടം പോലെ അനുഭവമുണ്ട്. അപ്പൊ ആ തിന്മയുടെ ശക്തി അതായത് ബൈബിൾ ഇത് പഠിപ്പിക്കുന്നുണ്ട്. ബൈബിൾ വളരെ വ്യക്തതയോടെ പഠിപ്പിക്കുന്ന കാര്യമാണിത്. നമുക്ക് പരിശുദ്ധമായി അറിയില്ലേ? വിശുദ്ധ ലിഖിതങ്ങളോ ദൈവവചനത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നു. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവവചനത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. ഈ കുഞ്ഞിന്റെ തലയ്ക്ക് ബന്ധിച്ച് ബഹിഷ്കരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ടോട്ടലി ഹീൽഡ്. ഹീലിംഗ് അല്ലത്, ഡെലിവറൻസ് സംഭവിച്ചു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. പൂർണ്ണമായിട്ടും വിടുതൽ കിട്ടിയ ആള് പുറത്തുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രവർത്തനം ഉണ്ടായി. സർവ്വ യേശുവേ നന്ദി. അതുപോലെ തന്നെ ലോകത്ത് പ്രവർത്തിക്കുന്ന മറ്റൊരു സ്പിരിറ്റാണ് സ്പിരിറ്റ് ഓഫ് ഡിവിഷൻ. അതായത് ഭിന്നതയുടെ ആത്മാവ്. കുടുംബ ബന്ധങ്ങൾ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങള് ഒക്കെ ഭിന്നിപ്പിക്കുന്ന തിന്മയുടെ അരൂപികള് അതൊരു സ്പിരിറ്റാണ്. അത് ലോകത്ത് വളരെ കൂടുതലാണ്. ചില രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ ഈ വളരെയധികം കൂടുതൽ ആ സ്ഥലത്തിറങ്ങി പറയുക സ്പിരിറ്റ് ഓഫ് ഡിവിഷൻ കൂടുതൽ. അവിടെ മനുഷ്യൻ വളരെയധികം പൈശാചിക ബന്ധനത കഴിയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് മോചിപ്പിക്കും. അതാണ് ഈശോ അതായത് 1 യോഹന്നാൻ 3:8 പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ എഴുതി വെച്ചിരിക്കുകയാണ്. പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ഈശോ മിശിഹായുടെ വരവിന്റെ ലക്ഷ്യം തന്നെ ഇതിനെ പുറത്താക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എന്നാണ് പറയുന്നത്. അത് ശരിക്കും ഇത് മനുഷ്യകുലത്തെ മുഴുവൻ ഭരിക്കുന്ന ഒരു സ്പിരിറ്റുകളെ ലോകത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം. നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ മുഴുവൻ തെറ്റിപ്പോകും. സർവ്വ യേശുവേ നന്ദി. ശുശ്രൂഷ മേഖല, ആത്മീയ മേഖല എല്ലാം ഇത് കടന്നു കയറുന്നുണ്ട്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 4:1 പറയും, നിങ്ങൾ എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് പറയും. എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്, വിവേചിച്ചറിയണം. ഗിഫ്റ്റ് ഓഫ് ഡിസേൺമെന്റ് വേണം. വിവേചിച്ചറിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കുള്ളൂ. പക്ഷേ ചില കുടുംബങ്ങൾ തകർത്തുകൾ. ഞങ്ങളുടെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് ഉണ്ടായ സംഭവമാണ്. ഞങ്ങളുടെ അടുത്തുള്ള കോടതിയിൽ നിന്ന് ഒരു ജഡ്ജി എനിക്കൊരു പേപ്പർ അയച്ചു.
മറ്റൊന്നുമല്ല, അതായത് ഒരു ഫാമിലി അച്ഛൻ്റെ അടുത്തേക്ക് വിടുകയാണ്. ഇവരെ രണ്ടുപേരും ഹിന്ദു ഫാമിലീസ് ആണ്, ഹസ്ബൻഡ് വൈഫ്. അവര് ഡിവോഴ്സിനായിട്ട് അവരിങ്ങനെ പെറ്റിഷൻ വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇവരെയോട് അച്ഛനൊന്ന് ഒരു കൗൺസിലിംഗ് നടത്തി അച്ഛൻ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കോർട്ടിൽ നിന്ന് ഓർഡർ എനിക്കെതിരെ. എന്നിട്ട് അവർക്ക് ഓർഡർ കൊടുത്തു അച്ഛനെ പോയി കാണും. കാരണം അവരെ അറിയാവുന്ന ഒരു അഡ്വക്കേറ്റ് വഴിയാണ് അവരത് ക്രമീകരിച്ചു കൊണ്ടത്. സാധാരണ അങ്ങനെ കോട്ടയം അങ്ങനെ ഓർഡറുകൾ കൊടുക്കത്തില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ എന്റെ അടുത്ത് വന്നു ഒരു 5 മിനിറ്റ് ഞാൻ ഭാര്യയോടും ഭർത്താവും രണ്ടുപേരോടും ഇങ്ങനെ മാറ്റി സംസാരിച്ചപ്പോൾ നോ, ഒരു സാധ്യതയില്ല. ഇവർ തമ്മിൽ ചേരുന്ന ഒരു ബുദ്ധി കൊണ്ട് നടക്കില്ല. കാരണം there is evil spirit of anger, spirit of hatred, beyond human imagination. It's there within. ശക്തമായിട്ട് ഈ വെറുപ്പിന്റെ പൈശാചിക ശക്തി ഇവരില് ഇങ്ങനെ നിറഞ്ഞു കിടക്കുക. അവിടെ നമ്മൾ ഉപദേശം കൊടുത്തുകൊണ്ടോ ക്ലാസ് കൊടുത്തുകൊണ്ടോ കൗൺസിലിംഗ് കൊടുത്തുകൊണ്ടോ there is no use at all. ഒരു പ്രയോജനവും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു 2 മിനിറ്റ് ഞാൻ പറഞ്ഞു എനിക്ക് സമയമില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് അടുത്ത ധ്യാനത്തിന് കയറാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ മുമ്പ് തലേക്ക് യേശുനാമത്തിൽ ബന്ധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ബന്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നത് കേൾക്കും. ഫസ്റ്റ് വർഷം ഒബീഡിയന്റ് ആവും, പെട്ടെന്ന് നമ്മൾ അനുസരിക്കും. അല്ലെങ്കിൽ ഒരിക്കലും അനുസരിക്കുന്നത് ഡിസോബീഡിയന്റ് സ്പിരിറ്റ്. അതല്ലേ എഫെസസ് 2:2 പറയും, അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന അനുസരണക്കേടിന്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ഡിസോബീഡിയൻസ്. ഇത് ലോകം മുഴുവനുള്ള സ്പിരിറ്റാണ്. സ്പിരിറ്റ് ഓഫ് ഡിസ് കുടുംബങ്ങളൊക്കെ ഉണ്ട്. സഭയിലും കയറി പിടിക്കുന്നുണ്ട് സ്പിരിറ്റ് ഓഫ് ഡിസോബീഡിയൻസ്. ഇത് കയറി അത് തന്നെ അറിയാം. അത് നന്മയായതിനെ എതിർക്കുന്ന ഒരു സ്പിരിറ്റാണ്. നന്മയ്ക്കെതിരെ ഇത് പോകുള്ളൂ, ഒരിക്കലും തിന്മയ്ക്കെതിരെ പോകത്തില്ല. തിന്മയോടെല്ലാം അത് കൂട്ടായിരിക്കും, തിന്മയുടെ. പക്ഷെ നന്മ എന്നുള്ള കാര്യത്തിൽ ഉൾക്കൊള്ളാൻ നേരെ ഓപ്പോസിറ്റ് അടിക്കും, തകർത്തുകളും. അപ്പോൾ ഈ സ്പിരിറ്റ് ഓഫ് ഡിസൊബീഡിയൻസ് ശക്തമായിട്ട്. അപ്പൊ ഇത് ബന്ധിച്ച് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ നാളത്തേക്ക് കയറാൻ പറ്റും. ഓക്കെ, വളരെ ഒബീഡിയന്റ് ആയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ യു ആർ ഹിന്ദുസ്, എനിക്ക് നിങ്ങൾ കമ്പൽ ചെയ്യാൻ പറ്റത്തില്ല, ബട്ട് ഇഫ് പോസിബിൾ. പക്ഷെ അവര് വളരെ ഒബീഡിയന്റ് ആയിട്ട് ഇവിടെ ധ്യാനത്തിന് കഴിയും. ധ്യാനത്തിന്റെ 4ാമത്തെ ദിവസം കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് കൗൺസിലിംഗ് നടത്തിയ ആളുകളെ വിളിച്ചു ചോദിച്ചു ഹൗ ഇസ് ദ കേസ്. അപ്പൊ അവർ പറഞ്ഞു അച്ഛാ ഇറ്റ്സ് വെരി സീരിയസ് കേസ് ആൻഡ് വി തിങ്ക് ദർ ഇസ് നോ ഹോപ്പ്. ഒരു രക്ഷയും കാണുന്നില്ല. ദർ ഇസ് നോ, അവര് സെപ്പറേറ്റ് ആയിട്ട് പോകുന്ന തോന്നുന്നു 100%. അപ്പൊ ഞാൻ ഈശോ പറഞ്ഞു there is an evil spirit of division is working in their family. Activate. ശരിക്കും ആക്റ്റീവായിട്ട് അവിടെ ഭിന്നതയുടെ ഭിന്നതയുടെ ആത്മാ. ഭാര്യ ഭർത്താവ് തമ്മിൽ ചേരില്ല, മക്കളും മാതാപിതാക്കളും തമ്മിൽ ചേരില്ല. സ്നേഹത്തിന്റെ അവിടെ എല്ലാം ഭിന്നത കയറി, അടുത്ത് വേറെ ബന്ധങ്ങൾ കയറി വരുന്നു, രഹസ്യ ബന്ധങ്ങൾ വരുന്നു. ഇതെല്ലാം തിന്മയുടെ ശക്തിയുടെ പ്രവർത്തനം. ആ തിരിച്ചറിയണേ നമ്മൾ യേശുവിനെ തൊട്ടറിയാതെ പറ്റത്തില്ല. യേശുവിന്റെ ആത്മാവ് നമ്മൾ നിറയാതെ ഒരിക്കലും നമുക്ക് ഇതിനെ ഒന്നും നടക്കില്ല. എനിക്ക് പോലും ഞാൻ കേറുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ഒരു തമാശ ഉണ്ടായിരിക്കെ, എൻ്റെ ഒരു റിലേറ്റീവായ ഒരു അച്ഛൻ പറഞ്ഞിട്ട് ഒരാൾ എൻ്റെ അടുത്ത് വന്നു. അപ്പൊ ആള് വന്നിട്ട് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. വളരെ പുള്ളിയുടെ ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം പുള്ളി മറ്റു ചില കാര്യങ്ങളെ കുറിച്ച് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല പൊളൈറ്റ് ആയിട്ടാണ് ഈ മനുഷ്യൻ ഇടപെടുന്നത്. വളരെ പൊളൈറ്റ് ആയിട്ട് ഈ മനുഷ്യൻ ഇത് ഇടപെട്ട് കഴിച്ചു. ഞാൻ പറഞ്ഞു പൊക്കോളാൻ പറയാൻ ചുമ്മാ ഇങ്ങനെ തലോട്ട് കൈവെക്കുകയും ആളും പെട്ടെന്ന് പൈശാചിക ബന്ധമേ ഇളകി മറിഞ്ഞ് മനുഷ്യൻ ഔട്ടാകും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒന്നിനും തിരിച്ചറിയാനായിട്ട് പറ്റില്ല. ഫ്രം എക്സ്റ്റേണൽ വ്യൂ പോയിന്റ് നമ്മൾ പുറമേ നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല. നമ്മൾ പക്ഷെ എപ്പോൾ പരിശുദ്ധാത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, ആ സമയത്ത് മാത്രമേ ഇതിൽ തിന്മയുടെ അരൂപി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും അതാണ് 1 Corinthians 2-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെയുള്ള വചനം വായിക്കുമ്പോൾ കാണാൻ പറ്റും. അതായത് ആത്മീയമായ കാര്യങ്ങൾ ആത്മീയമായിട്ട് വിവേചിക്കാൻ പറ്റും. ആത്മീയ മനുഷ്യർക്ക് വിവേചിക്കാം, അല്ലാതെ ലൗകിക മനുഷ്യർ ഒരിക്കലും വിവേചിക്കാൻ പറ്റത്തില്ല, ഉൾക്കൊള്ളാനും പറ്റില്ല. ദൈവാത്മാവിന് ദാനങ്ങൾ ലൗകിക മനുഷ്യന് പോഷകമാകിയാൽ അവനത് സ്വീകരിക്കുന്നില്ല. സർവ്വത്തിൽ പറയും ഹല്ലേലൂയ, പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇപ്പൊ ഞാൻ മറ്റൊരു ഫാമിലിക്ക് പറഞ്ഞു ഒരു ഡെലിവറൻസ് പ്രയർ നടത്താൻ പറഞ്ഞു. പക്ഷെ കോമൺ ആയിട്ടുള്ള ഡെലിവറൻസ് ജനത്തിനു വേണ്ടി മുഴുവനോട് ഡെലിവറൻസ് പ്രയർ നടത്തിയിട്ട് ആ സമയത്ത് ഹോളി വാട്ടർ തളിച്ച് യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. വചനമുണ്ടല്ലോ, അതായത് യെശയ്യാ 22:22 അവൻ അടച്ചതാണ് അവൻ തുറന്നത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടച്ചത് യേശു ക്രിസ്തു നാമത്തിൽ തുറന്നു തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 16:18-19-20 വചനമുണ്ട്. പത്രോസ് നീ പാറയാവുന്ന ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കുന്ന നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുമ്പോൾ സ്വർഗത്തിന് കെട്ടപ്പെട്ടിരിക്കും, നീ
ഇത് കെട്ടാനും അഴിക്കാനുള്ള അധികാരം. യോഹന്നാൻ 20:23 ബന്ധിച്ചാൽ ബന്ധിക്കപ്പെട്ടതായിരിക്കും, ബന്ധിക്കപ്പെട്ടത്. അത് യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുക, അല്ലാണ്ട് മാറത്തില്ല. ഒരു രക്ഷയും നമുക്ക് ഒരു രക്ഷയില്ല. ശ്രമത്തിൽ യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭിന്നതയുടെ ശക്തമായ ഒരു ആത്മാവാണ് അവര്. അപ്പൊ ഈ ബന്ധിച്ച് പ്രാർത്ഥിച്ചു. അപ്പം പരിശുദ്ധമ എനിക്ക് കാണാം, ഞാൻ പ്രാർത്ഥിച്ചു. ഈ രണ്ടുപേരുടെ മേലുള്ള ഒരു അന്ധകാരം വിട്ടു. കോമൺ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ രണ്ടുപേരും തിന്മയുടെ ശക്തി വിട്ടു. അതെനിക്ക് ശരിക്കും കാണാം. പക്ഷെ എന്നോട് സംസാരിക്കുന്ന സമയത്ത് ഒന്നും പോയില്ല. ഏറ്റവും അവസാനം ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാവരും നിലയ്ക്ക് വെച്ചു ഡെലിവറൻസ് പ്രെയർ കൊടുത്തു. അതിനുശേഷം ആളുകൾക്ക് വേണ്ടിയുള്ള അഭിഷേക പ്രാർത്ഥന കൊടുത്തു. അപ്പൊ അതിന് മുമ്പായിട്ടുള്ള സമയത്ത് ഇവരിങ്ങനെ എന്റെ അടുത്തോട്ട് രണ്ടുപേരും വരികയാണ്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ മിറാക്കിൾ. ഇറ്റ് വാസ് എ വണ്ടർഫുൾ മിറാക്കിൾ. കോടതിയില് വിവാഹമോചനത്തിന് കേസ് കൊടുത്ത് ഫയൽ ചെയ്ത് ഫിനിഷ് ചെയ്ത് കിടക്കുന്ന കേസാണ്. തീർന്നിരിക്കുന്ന കേസ്. രണ്ടുപേർക്കും തമ്മിൽ ഒരു താല്പര്യമില്ല. രണ്ടുപേരും തമ്മിൽ ഒരുപാട് ഡിസ്പ്യൂട്ട്സ് ഉണ്ട്. സംഭവിച്ചത് ഇത് കഴിയുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ അടുത്തേക്ക് ഇവൻ വരുന്നത് ഇവന്റെ വൈഫിനെ കെട്ടിപ്പിടിച്ചോണ്ടാണ്. കെട്ടിപ്പിടിച്ചുകൊണ്ട് എൻ്റെ അടുത്തോട്ട് കയറി വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താ തീരുമാനം? അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോളെ അച്ഛനെ പ്രാർത്ഥിച്ചോണ്ടില്ല. ഓ, ആ സമയത്ത് എന്റെ മനസ്സിൽ നിന്ന് എന്തോ ഒരു സംഭവം പോയി. എന്താന്ന് എനിക്ക് എന്താന്നൊന്നും അറിയില്ല. എന്തൊരു സംഭവം ഉണ്ടായി. എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവള് പാവ, ഞാനാ കുഴപ്പക്കാരൻ. ഞാൻ ഇച്ചിരി ശരിയായാലും എല്ലാം ശരിയാവും എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഇവളോട് ക്ഷമിച്ചു. ഞാൻ ഇവളോട് ക്ഷമയും ചോദിച്ചു. ഞങ്ങൾ നാളെ മുതൽ ഒരുമിച്ച് ജീവിക്കാൻ പോവാം. ഒരു ഹിന്ദു ഫാമിലി ആ നിമിഷം കർത്താവ് അവരുടെ ബന്ധനം ഒഴിച്ചു. ഇത് കൺട്രോൾ സ്പിരിറ്റ്. ഇതൊന്നും ലോകം മുഴുവനുണ്ട്. പ്രയർ ഗ്രൂപ്പുകളിൽ പോലും ഉണ്ട് സ്പിരിറ്റ് ഓഫ് ഡിവിഷൻ. പ്രാർത്ഥന കൂട്ടായ്മയിൽ പോലും ഇത് കയറി വരും. ശക്തമായ പ്രാർത്ഥനയില്ലെങ്കിൽ അത് തകർത്ത് കളയും. സാത്താന്റെ വലിയൊരു പ്രവൃത്തിയാണ്. ഭിന്നിപ്പിച്ച് കളയുക, കുടുംബങ്ങളെ ഭിന്നിപ്പിക്കുക, സഭയെ ഭിന്നിപ്പിക്കുക, എല്ലായിടത്തും ഭിന്നിപ്പിച്ച് കളയുക, ഐക്യങ്ങളെ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ആ പരസ്പര ബന്ധങ്ങൾ. ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ രാജ്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോകുകയാണ്. മുഴുവൻ കുടുംബങ്ങളെ ഭിന്നിപ്പിച്ച് കളയും, മൊത്തം കളയും. കുടുംബം എന്ന കോൺസെപ്റ്റ് തന്നെ എടുത്ത് കളഞ്ഞിട്ട് വേറെ കോൺസെപ്റ്റ് കൊണ്ടുവന്ന് അവന് ഇംപ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുക. സ്തുതിക്കട്ടെ, കാലം കൂടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തില് പോരാ, ഉച്ചത്തില് അങ്ങനെ സ്തുതിക്കാമോ? പോരല്ലോ. സ്തുതിച്ചാൽ കെട്ടടി, ഒത്തിരി കെട്ടടി. അവിടുത്തെ പിതാവും എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് ഇപ്പൊ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കാൻ പിന്നെ പറഞ്ഞു ഒരുപാട് കേസസ്. 1 കോടികളുടെ കടം ഒരു ഭാഗത്ത്, 2 ഡോക്ടേഴ്സിന്റെ എല്ലാം വർക്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ എല്ലായിടത്തും ഇഷ്യൂസ്, എന്നൊരു പ്രോബ്ലംസ്. ഒരു പ്രകാരത്തിലും അവരുടെ പ്രസ്ഥാനം മുന്നോട്ട് പോകില്ല. ഒരു പ്രകാരത്തിലും മുന്നോട്ട് പോകില്ല. ഒത്തിരി നന്മ പ്രവൃത്തി പുണ്യപ്രവൃത്തികളൊക്കെ ഇവർ ചെയ്യുന്നുണ്ടെങ്കിലും അത് ശരിയാകത്തില്ല. യേശുവേ നന്ദി. ചില സമയത്ത് അവർ വിചാരിച്ച് മെഡിക്കൽ കോളേജ് കംപ്ലീറ്റ് വിറ്റ് കളഞ്ഞേക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. അത്രയേറെ ക്രിട്ടിക്കൽ ലെവലിൽ ആ ഒരു പ്രസ്ഥാനം എത്തിക്കും. അതുപോലെ പ്രശ്നം കോടികൾ ഇറക്കിയത് 10, 500, 600 കോടി രൂപ അവരെ ഇറക്കിയിട്ടതാണ്. പക്ഷെ മുഴുവൻ ഇഷ്യൂസ് വന്നിട്ട് എല്ലാവർക്കും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല പ്രശ്നമാണ്. പക്ഷെ അവിടുത്തെ അച്ഛന്മാർ വളരെ നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല വിശുദ്ധികൾ അച്ഛന്മാർ. പക്ഷെ എന്ത് ചെയ്യണം ഇവർക്ക് ആർക്കും അറിയില്ല. ഒത്തിരി വിഷമത്തിന്. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞ കുറേ നേരം പ്രാർത്ഥിച്ചു. അവിടെ കുറേ കാര്യങ്ങൾ യേശു, കുറേ കാര്യങ്ങൾ അവ പറഞ്ഞു. അപ്പൊ മുഴുവൻ അവരോട് അച്ഛൻ സത്യം ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ട് ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ച്, പിതാവുണ്ട്, അച്ഛന്മാരുണ്ട്, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നടന്ന് പ്രാർത്ഥിച്ചു. ശരിക്കും ഞങ്ങൾ പോകുന്ന വഴിക്കല്ലേ നാമത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക. പാവപ്പെട്ട നല്ല അച്ഛന്മാരും എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ ഡെലിവറൻസ് പ്രയർ നടത്തുക. ഒരു ശക്തമായൊരു പ്രയറായിരുന്നു. ഒരു 2-3 മണിക്കൂർ ഞങ്ങൾ പ്രാർത്ഥിച്ചു. മോർ ദാൻ 3 hours ഒരു സ്ഥലത്ത് വെഞ്ചിരിപ്പും പ്രയറുമായിട്ട് തന്നെ നടത്തി. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എത്ര ദൈവത്തിന് നന്ദി പറഞ്ഞാലും മതി വരില്ല. അന്ന് മുതൽ ഈ ഹോസ്പിറ്റല് ഓർഡറാകാൻ തുടങ്ങി. ക്രമീകരിക്കപ്പെടാൻ തുടങ്ങി. കർത്താവിന്റെ ശക്തമായ പ്രവർത്തനം, ശക്തമായ ഇന്നിപ്പോ അത് ആ പ്രശ്നത്തിന് മുഴുവൻ പുറത്തു.
നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇന്ന് ലോകത്തിൽ തിന്മയുടെ അരൂപികൾ ഉണ്ട്. അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അതിശക്തമായി പഠിപ്പിക്കുന്ന 4 കാര്യമുണ്ട്. There is Satan, there is evil spirit in the world. ആരെങ്കിലും അത് നെഗേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇല്ല എന്ന് ആരെങ്കിലും പഠിപ്പിച്ചാൽ ആ വ്യക്തിയിൽ പൈശാചിക ശക്തിയുണ്ടെന്ന് പറഞ്ഞു. ആരെങ്കിലും നെഗേറ്റ് ചെയ്താൽ there is no evil spirit എന്ന് പഠിപ്പിച്ചാൽ he's possessed. ആ വ്യക്തി പൈശാചിക ശക്തികളുടെ അടിമത്തത്തിലാണെന്നാണ് മാർപ്പാപ്പ പറയുന്നത്. 3ാമത് പറയുന്നത്, ഈ തിന്മയുടെ അരൂപി മനുഷ്യനെ പ്രലോഭനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പാപത്തിന്റെ സാഹചര്യങ്ങളിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടുപോകും. പാപത്തിന്റെ സാഹചര്യം വലിച്ചിഴച്ചുകൊണ്ടു. 4ാമത് പറയുന്ന കാര്യം ഇതാണ്, ഇത് ഏതൊരു തെറ്റ് ചെയ്തിട്ടും അതിനെ മുഴുവൻ ന്യായീകരിപ്പിക്കും, മൊത്തം ന്യായീകരിപ്പിക്കും. ഏതൊരു തെറ്റിനെയും 100% തെറ്റല്ല എന്നാക്കി കൊടുക്കുന്നവനാണ് ആര്? വിലക്കപ്പെട്ട കനി പറിച്ചു കഴിച്ചു. അതാണ് ഉൽപ്പത്തി പുസ്തകം 3:1-9 വരെയുള്ള വചനത്തില് വിലക്കപ്പെട്ട കനി മുഴുവൻ പറിച്ചു കഴിക്കാൻ ആവശ്യപ്പെടും. പക്ഷെ കഴിക്കുമ്പോൾ അവരോട് പറയുന്നതാണ്, ഇത് പറിച്ചു കഴിച്ചാൽ നിനക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒരു പ്രശ്നം ഉണ്ടാകില്ല, ഒരു മരണം ഉണ്ടാകില്ല, മാത്രമല്ല നീ ദൈവത്തെ പോലെ ആകും കൂടി ചെയ്യും. പാപം എന്ത് ചെയ്താലും നിന്നെ അത് ബാധിക്കില്ല. It won't affect you at all. It won't destroy you at all. പാപം എന്ത് ചെയ്താലും, ദൈവകൽപ്പന എന്ത് തെറ്റിച്ചാലും ഒരു പ്രശ്നമില്ല. അപ്പനെ ഉപദ്രവിച്ചാലോ, അമ്മയെ ഉപദ്രവിച്ചാലോ, ഭാര്യയെ ചതിച്ചാലോ, അവിശ്വസ്തത ഇൻഫിഡിലിറ്റി കാണിച്ചാലോ, മക്കളെ പീഡിപ്പിച്ചാലോ, അല്ലെങ്കിൽ യേശുവേ നന്ദി, ഒന്നും സംഭവിക്കും. എല്ലാം അതാണ് വിലക്കപ്പെട്ട കനികൾ ദൈവം അരുത് എന്ന് പറഞ്ഞത്, അത് മുഴുവൻ ലംഘിച്ചാലും നിനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് നിന്നെ പഠിപ്പിക്കുന്ന ഒരു പ്രബോധനം ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഓർത്തു, that he is a Satan. എന്റെ സിമ്പിൾ മറുപടി ഇത്രയായിരുന്നു. അതായത് ഞാൻ ലോകം മുഴുവൻ പോകുമ്പോഴും കാണുന്നത്, എല്ലായിടത്തുമുള്ള മനുഷ്യന്റെ പ്രശ്നം ഒരേ പ്രശ്നം തന്നെയാണ്. എല്ലായിടത്തുമുള്ള മനുഷ്യൻ ഒരേ മനുഷ്യർ തന്നെയാണ്. ഒരേ ഇഷ്യൂസാണ്, ഒരേ പ്രശ്നമാണ്, ഒരേ, അല്ലാണ്ട് ഒരു ഡിഫറൻസും ഞാൻ കാണും. ഒരു ഡിഫറൻസും കാണും. യൂറോപ്പിൽ ചെന്നാലോ, ഓസ്ട്രേലിയ ചെന്നാലോ, ഏഷ്യൻ കൺട്രീസ് ചെന്നാലോ, ഇവിടെ വന്നാലോ ഒരു ഡിഫറൻസ് ഇല്ല. സെയിം ബോണ്ടേജ്, സെയിം പ്രോബ്ലം, സെയിം ഇഷ്യൂസ്. യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ നന്ദി. അതിന് കാരണം ഈ ബൈബിളിൽ വചനങ്ങൾ നമ്മൾ ആഴത്തിൽ ധ്യാനിക്കാറുണ്ട്. പൈശാചിക ബന്ധനങ്ങൾ അഴിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് പഠിക്കാം. നമ്മൾ അണക്കര വലിയ ധ്യാന കേന്ദ്രത്തിൽ പരിശുദ്ധ 3 വലിയ അഭിഷേകമാണ് നിറച്ചു വെച്ചിരിക്കുന്നത്. 1ാമത്തെ അഭിഷേകം പാപമോചനത്തിന്റെ അഭിഷേകം, പാപമോചനത്തിന്റെ. അവിടേക്ക് ആളുകൾ മുഴുവൻ കുമ്പസാരിക്കാൻ, ശരിക്കും ഞങ്ങൾ ഒരിക്കൽ നന്നായിട്ട് കുമ്പസാരിക്കാൻ പറയും. പ്രത്യേകിച്ച് 10 കമാൻഡ്മെന്റ്സ് കംപ്ലീറ്റ് അത് ഒബേ ചെയ്യണം. അതിൽ നിന്ന് എവിടെയെങ്കിലും നമ്മൾ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ടോ, ഡിസൊബീഡിയൻസ് കാണിച്ചിട്ടുണ്ടോ, അതെല്ലാം ഓർത്ത് അനുദമിച്ച് കൃത്യമായിട്ടും 10 കമാൻഡ്മെന്റ്സ് നമ്മൾ പാലിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് കമാൻഡ്മെന്റ് വയലേഷൻ നടന്നാൽ അവിടെ തീർന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഫസ്റ്റ് കമാൻഡ്മെന്റ് വയലേഷൻ വന്നു കഴിഞ്ഞാൽ അതോടെ ആ വ്യക്തിയുടെ കുടുംബങ്ങളും ജീവിതങ്ങളും തിന്മയുടെ സ്വാധീനം, തിന്മയുടെ അറ്റാക്ക് ഉണ്ടാകും. വളരെ ശക്തമായിട്ടുള്ള തിന്മയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും ഫസ്റ്റ് കമാൻഡ്മെന്റ് വയലേഷൻ നടത്തി കഴിഞ്ഞാൽ. അപ്പൊ അവിടെ ഏറ്റവും വലിയ മനുഷ്യൻ ഒന്ന് കുമ്പസാരിച്ച് പാപമോചനം നേടിയെടുക്കണം. അതായത് നമുക്കറിയാം, വചനം പറയുന്നുണ്ട്, സങ്കീർത്തനം 32:1-7 വരെയുള്ള വചനം, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് പൊറുതിയും ലഭിച്ചവൻ ഭാഗ്യവാൻ, കർത്താവ് കുറ്റം ചുമത്താത്തവന് ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എന്റെ ശരീരം ക്ഷയിച്ചുപോയി. ബൈബിള് പറയാൻ ശ്രദ്ധിച്ചോണം, പാപം ചെയ്ത് ദൈവകൽപ്പന ലംഘിച്ചു കഴിഞ്ഞാൽ ആ പാപം നമ്മുടെ ഹൃദയത്തിലും ശരീരത്തിലും കിടപ്പുണ്ടാവും. അതവിടെ കിടന്നാൽ നമ്മൾ ക്ഷയിച്ചു പോകുന്ന ബൈബിള് പഠിപ്പിക്കുന്നു. പാപം ഏറ്റുപറഞ്ഞ് പാപമോചനം നേടുന്നില്ല എങ്കിൽ നമ്മൾ ക്ഷയിച്ചു പോകും, തകർന്നു പോകുമെന്നാണ് പറയുന്നത്. ദൈവകൽപ്പനകൾ ലംഘിച്ച് രഹസ്യമായോ പരസ്യമായോ ആര് ലംഘിച്ചാലും അതിന്റെ പരിണിത ഫലം അവരുടെ ജീവിതത്തിലുണ്ടാകും. കഴിഞ്ഞ നാളുകളിൽ ഞാൻ കണ്ടുമുട്ടിയൊരു വലിയൊരു ഫാമിലി പ്രോബ്ലം ഉണ്ട്. എനിക്ക് ഒത്തിരി സങ്കടം വന്നു. സംഭവം ഇതാണ്, ശരിക്കും ഒരു കേരളത്തിലെ തന്നെ ഒരു വലിയൊരു ബിസിനസ് ഗ്രൂപ്പാണ്.
അപ്പൊ അതിലെ അപ്പനും അമ്മയും മോളും 12th പഠിക്കുന്ന മോളും കൂടെ ഈ ഒരു ടൂറിനായിട്ട് അവരിങ്ങനെ മൂന്നാറ്, തേക്കടി, ഞങ്ങളുടെ അടുത്തുള്ള സ്ഥലങ്ങൾ. അപ്പൊ ആ സ്ഥലങ്ങളിലേക്ക് ഇവര് വരിക. അപ്പൊ അവരുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഞങ്ങളുടെ നാട്ടിലുണ്ട്. അപ്പൊ ആളെ ഇവര് കോണ്ടാക്ട് ചെയ്തിട്ടാണോ വരുന്നത്. അപ്പൊ ആളിവിടെ നമ്മുടെ ധ്യാന സെന്ററിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്ത മനുഷ്യൻ. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, അവിടെ വന്നപ്പോഴേക്കും ഇവരെയും കൂട്ടിക്കൊണ്ട് എൻ്റെ അടുത്ത് വന്നുകൊണ്ട് വെറുതെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി, എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന ഇവരുടെ എവിടെയാണെന്ന് പറയാൻ വേണ്ടി ആളെ കൊണ്ടുവന്നു. അപ്പൊ വന്നു. അപ്പനമ്മയും മോളും ആളെ കണ്ടു കഴിഞ്ഞാൽ നല്ല പക്ക ഡീസന്റ് ആണ്, നല്ല ഡീസന്റ് ഡ്രസ്ഡ് ആണ് ആള്, നല്ല പ്രൈസ്ഫുൾ ആയിട്ടാണ് പേരൻസ് എല്ലാം ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ ഒരു 2-4 മിനിറ്റ് സംസാരിച്ചപ്പോൾ അവർ മുഴുവൻ ലോകത്തിന്റെ മനുഷ്യൻ, ബൈബിൾ റോമാലേഖനം 8:5 പറയുന്ന പോലെ ലൗകിക മനുഷ്യൻ ലൗകിക കാര്യങ്ങളിൽ മനസ്സ് വെക്കുന്നു. ആത്മീയ മനുഷ്യൻ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വെക്കുന്നു. സർവ്വത്തിൽ പറയാം ഹല്ലേലൂയ. ലൗകിക മനുഷ്യൻ ലൗകിക കാര്യങ്ങളിൽ മനസ്സ് വെക്കുന്നു, ആത്മീയ മനുഷ്യൻ ആത്മീയ. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ ഞാൻ അപ്പോൾ അവരെ ലൗകികമായ കാര്യങ്ങൾ അപ്പോൾ ഞാൻ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്ത് ഇവരെ വിട്ടേക്കാന്ന് കരുതിക്കൊണ്ട് ഞാൻ പ്രാർത്ഥന തുടങ്ങി. ഒരല്പനേരം മനസ്സിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് പരിശുദ്ധാത്മ എന്നോട് പറയാൻ ഇങ്ങനെ വളരെ വ്യക്തി ആ കുട്ടിയെ ശ്രദ്ധിച്ച് 12th പഠിക്കുന്ന പെങ്കൊച്ച് എന്താണോ, ഷീസ് ഗോയിങ് അവേ ഫ്രം ഗാഡ്. അവൾ ക്രിസ്തുവിൽ നിന്ന് അകലെയാണ്. നമ്മൾ എന്താ വെച്ചാൽ അവർക്ക് ചില ഗൗരവമേറിയ പാപത്തിലാണ് കുഞ്ഞ് കഴിയുന്നത്, ചില റിലേഷൻഷിപ്പിലാണ് കഴിയുന്നത്, ആർക്കും അറിയത്തില്ല. നീ ആ കുഞ്ഞിനെ എവിടെയെങ്കിലും ധ്യാനത്തിന് വിട്ട് രക്ഷിക്കണം. ഇങ്ങനെ ഇനി കേൾക്കാം, ശരിക്കാണെന്നോ പറയും. പക്ഷെ കുട്ടിയെ കണ്ടാൽ അങ്ങനെ യാതൊന്നും നമുക്ക് തോന്നില്ല. വി ഡോണ്ട് ഫീൽ, നമുക്കൊന്നും ഫീൽ ചെയ്യത്തില്ല. അത്ര ഡീസന്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ടാണ് കുട്ടി നിൽക്കുന്നത്. ദൈവകൽപ്പന ലംഘിച്ചാണ് കുഞ്ഞ് ജീവിക്കുന്നത്. നമുക്ക് ഈ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ എല്ലാം ഉണ്ടാവുന്ന വലിയൊരു അപകടം ഉണ്ട് കേട്ടോ. നമ്മൾ പലപ്പോഴും സുവിശേഷത്തിനും ദൈവപ്രമാണത്തിനും ഒരു വിലയും കൊടുക്കില്ല. നേരെ മറിച്ച് നമ്മൾ വില കൊടുക്കുന്നത് നാട്ടിലെ നിയമങ്ങളും നാട്ടിലെ സമ്പ്രദായങ്ങൾക്കുമാണ് ഒന്നാം സ്ഥാനം. യേശുക്രിസ്തുവിനോ ദൈവത്തിനോ ദൈവോലത്തിനോ ഒരു സ്ഥാനം കൊടുക്കുക. നാട്ടിലെ നിയമങ്ങൾ, നാട്ടു നടപ്പ്, അതിനാണ് ഒന്നാം കൽപ്പനയായിട്ട് നമ്മൾ കൊടുക്കാൻ സാധിക്കും. അതാണ് നമുക്കുണ്ടാകാൻ പോകുന്ന തകർച്ചയുടെ ഏറ്റവും പിന്നിൽ സംഭവിക്കാൻ പോകുന്നത്. ബാക്കിയെല്ലാം ദൈവകൽപ്പന, ദൈവവചനം, ഇതിനൊരു പ്രാധാന്യമില്ല. നേരെ മറിച്ച് ലോകത്തിന്റെ നിയമങ്ങള്, കാഴ്ചപ്പാടുകള്, സമൂഹത്തിന്റെ ചില കോൺസെപ്റ്റ്സ്, കാഴ്ചപ്പാടുകള്, ഇതിനെ മാത്രമായിരിക്കും അഡോർ ചെയ്യുന്നതും വർഷിപ്പ് ചെയ്യുന്നതും. സർവ്വപ്രദേശവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ കൊച്ചിങ്ങനെ മോശമാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പൊ ഇതെങ്ങനെ പറയും? കാരണം ഇവര് വന്നതൊരിക്കലും പ്രാർത്ഥിക്കാൻ വന്നതല്ല, ഒരു ജസ്റ്റ് ഒന്ന് കണ്ട് വെറുതെ ഇങ്ങ് പോകണം. അപ്പോൾ ഈശ്വരൻ വീട്ടിൽ പറഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഈ പേരൻസിന്റെ തലേക്ക് വെച്ച് കുരിശ് വരച്ചു. അതിനുശേഷം പേരൻസിനോട് പറഞ്ഞു, ഈ കുട്ടിയോട് ഈശോയ്ക്ക് ഒരു രഹസ്യം പറയാനുണ്ട്, ഞാനത് പറഞ്ഞോട്ടെ. പോച്ചാ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്റെ മോരുടെ ഈ ഭാഗത്തേക്ക് മാറി നിൽക്കുക, ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം. അപ്പൊ അവരാ ഭാഗത്ത് നിൽക്കുന്നു, ഞാൻ ഈ ഭാഗത്തേക്ക് വെച്ചു. ഞാൻ മോളെ, ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഈ പരിശുദ്ധ എൻ്റെ ഉള്ളിൽ പറഞ്ഞതാണ്, ഈ തെറ്റിപ്പോണ ക്ഷമിക്കണം, ശരിയാളെ മാത്രം മോളെ സ്വീകരിച്ചാൽ മതി. പക്ഷെ ശക്തമായിട്ട് പലതവണ ഞാൻ പറയുന്നതുകൊണ്ട് മാത്രമേ ഞാൻ പറയുന്നത്, അല്ലാതെ എനിക്ക് മറ്റത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടും. ഫാദർ വളരെ ഹമ്പിളായിട്ട് കൊച്ചു പറയാണ്, ഓക്കെ അച്ഛൻ അച്ഛൻ ധൈര്യമായിട്ട് പറഞ്ഞു, ഒന്നും പ്രശ്നമില്ല, എന്തും പറഞ്ഞു. അപ്പൊ ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞു പറയുമ്പോൾ കൊച്ചൊന്ന് കരയാൻ തുടങ്ങി. ഐ എം വെരി സോറി, ഐ എം വെരി സോറി. അല്ല അച്ഛാ, യു ആർ റൈറ്റ്, യുവർ ഫാദർ, യു ആർ റൈറ്റ്. ആ നാടുകളില് ഈ കുടുംബം കേരളത്തിൽ വീട് പണിതു. 8 crores rupees. കേരളത്തിലെ ഏറ്റവും നല്ല പെരുമയുള്ള ഒരു ബിസിനസ് നടത്തുന്ന കുടുംബം. കോടികളുടെ ആസ്തിയുണ്ട്, കോടികളുടെ ആസ്തിയുണ്ട്. ആ കമ്പനിയിൽ വർക്കേഴ്സ് എന്നുണ്ട് 100 കണക്കിന്. പക്ഷെ ആ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും വിലയുള്ളതിനെ ആര് കൊണ്ടുപോയി? പിശാച് കൊണ്ടുപോയി. ആ വീട്ടിലെ ഏറ്റവും വിലപ്പെട്ടതും വിലയേറിയതുമായ മോളെ ആര് കൊണ്ടുപോയി? പിശാച് കൊണ്ടുപോയി. ഇതെല്ലാം പിന്നെ ഉണ്ടാക്കിയിട്ട് എന്നാ ഗുണം? ആർക്ക് വേണ്ടി? ഫോർ whom it is. For whom it is. Do you follow me? എനിക്ക് അവരോട് പറയാൻ പറ്റില്ല. അപ്പൊ ഈ പേരൻസ് ഓടി അടുത്തുണ്ട്. ഫാദർ, is there any problem, a serious problem for my child? I told you there is nothing.
നോ പ്രോബ്ലം, ഷീസ് ഗുഡ്, ഷീസ് നൈസ്. അതാണല്ലോ പേരൻസിനെ കേട്ടാൽ മതി. എന്ത് മോശമായാലും കുഴപ്പമില്ല, അവരെ കുറിച്ച് നല്ലതേ പറയാവുള്ളൂ. വിദേശ രാജ്യത്ത് ഇച്ചിരി കൂടുതലാണ്. എന്തേലും കുഴപ്പമുണ്ടെങ്കിലും കുഴപ്പമുണ്ടെന്ന് ഒരിക്കലും പറഞ്ഞേക്കരുത്, നല്ലതേ പറയാവൂ. ഞാൻ പറഞ്ഞു ഷീസ് വെരി ഗുഡ്, നന്ദി. ഞാൻ പറഞ്ഞു കുഞ്ഞെ, നീ എവിടെയെങ്കിലും പോയി ധ്യാനം കൊടുക്കണം. ആ ഉള്ള സെക്കൻഡോട് ഞാൻ പറഞ്ഞു, അത്രയും പെട്ടെന്ന് നിന്റെ നാട്ടിൽ ഓരോ ധ്യാന കേന്ദ്രമുണ്ട്, എനിക്കറിയാം, നീ അവിടെ പോയി ധ്യാനിച്ചാൽ മതി, ഇങ്ങോട്ട് പോകാറുണ്ട്. ഇത് അവിടെ തന്നെ ധ്യാനിച്ച് നീ എങ്ങനെ രക്ഷപ്പെട്ടോളാം പറഞ്ഞു. പാവം കരഞ്ഞുകൊണ്ട് എന്നെ കൂടി ഇറങ്ങിപ്പോവാം. പേരൻസ് വീട്ടിൽ ചോദിച്ചു, ഫാദർ, ഈസ് ദെയർ എനി സീരിയസ് പ്രോബ്ലം ഫോർ മൈ ചൈൽഡ്? there is nothing. No problem at all. എനിക്കൊരു കാര്യം മനസ്സിലായി, എന്തൊരു ഫാമിലി. പലപ്പോഴും ലോകം മുഴുവൻ പോകുമ്പോൾ ഞാനിത് കാണാറുണ്ട്. ഒത്തിരിയേറെ മക്കള് അറിയുന്നില്ല, പിശാചിന്റെ പ്രവർത്തനം അറിയുന്നില്ല. ഇവര് ദൈവത്തെക്കാൾ സ്ഥാനം ചിലപ്പോൾ ലോകത്തിന് കൊടുത്തു, അത് കൊടുത്തു, ലോക നിയമങ്ങൾ കൊടുത്തു, പേരിനും പെരുമയ്ക്ക് പ്രശസ്തിക്ക് കൊടുത്തു, തമ്പുരാന് കൊടുത്തില്ല, ഒന്നാം സ്ഥാനം കൊടുത്തില്ല. അതിന്റെ പരിണാമഫലം മൊത്തം തീരുക, ടോട്ടലി കൊളാപ്സിംഗ്. കൊളാപ്സിംഗ്. ശ്രമത്തിൽ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, കരങ്ങൊളിയെ സ്തുതിക്കട്ടെ. പോരാ, ഉച്ചത്തില് ബന്ധനാടിയട്ടെ. കെട്ടാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞെന്റെ ശരീരം ക്ഷയിച്ചു. എനിക്കറിയാം, അമേരിക്കയിലുള്ള ഒരു ഫാമിലി, ഏത് ഭാഗത്ത് ഞാൻ പറയില്ല, അവര് കഴിഞ്ഞ വർഷം അവിടെ ധ്യാനിക്കാൻ വന്നത്. ശരിക്കും ധ്യാനിക്കാൻ വരാൻ കാരണം അവിടുത്തെ കുടുംബനാഥന് പെട്ടെന്ന് ഈ ലിവർ ക്യാൻസറും. നല്ലൊരു ഫാമിലി, കേരളത്തിലൊരു നല്ലൊരു കാത്തലിക് ഫാമിലിയാണ്. പക്ഷെ പെട്ടെന്ന് നമ്മൾ വല്ലാണ്ട് കൂടിപ്പോയി. എറണാകുളം ഈശ്വർ ഹോസ്പിറ്റലിൽ വെച്ച് ചികിത്സ. അത് ഡോക്ടർ പറഞ്ഞു ഒരു എമർജൻസി ഓപ്പറേഷൻ മസ്റ്റാണ്, അല്ലാണ്ട് ഒരു രക്ഷയില്ല. വളരെ പ്രശ്നം, കീമോതെറാപ്പി, എല്ലാ കാര്യങ്ങളും ഇവരിങ്ങനെ ഡീറ്റെയിൽസ് കൊടുത്തു. അപ്പൊ ഇവരെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്, ആ കുടുംബാംഗങ്ങൾ മുഴുവനും കൂടി 2-3 വണ്ടിക്കകത്ത് ഒരുമിച്ച് ഈ മനുഷ്യനെ കൂട്ടിക്കൊണ്ടൊരു ധ്യാനം തുടങ്ങുന്ന ശനിയാഴ്ച നേരെ അവിടേക്ക് കൊണ്ടുവന്നു, പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ കാണിക്കുന്നത് ഹൃദയം മുഴുവൻ പാപത്തിന്റെ ഒരു കൂമ്പാരായിരിക്കുക. പാപത്തിന്റെ വലിയൊരു കൂമ്പാരമിരിക്കുക. എന്നിട്ട് അതിന് പുറമെ ഒരു ചിരിയൊക്കെ കളിച്ച് ഇങ്ങനെ നിൽക്കുക മനുഷ്യൻ. ഞാൻ പറഞ്ഞു, യു നീഡ് എ ഗുഡ് കൺഫെഷൻ ആഫ്റ്റർ ഓൾ. ദാറ്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും ആവശ്യത്തെ ഒരു കൺവേർഷൻ ആവശ്യം. ഞാൻ പറഞ്ഞു, യു ഹാവ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് റിട്രീറ്റ്. ഇസ് ഇറ്റ് പോസിബിൾ? Then I shall pray for you. അപ്പോൾ ആള് പറഞ്ഞു, അച്ഛാ ഐ ആം റെഡി. ഒരു സാധനം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങള് പുറത്തുനിന്ന് ഞങ്ങൾ സാധനമൊക്കെ മേടിച്ചു കൊണ്ടില്ല, ആളെ താമസിപ്പിക്കാവോ? നമ്മൾ താമസിപ്പിക്കാൻ ഇവിടെ കട്ടിലും ഇല്ല, ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. നിലത്ത് കിടക്കാൻ പറ്റുമോ? അമേരിക്കയിലാവുകൊണ്ട് ഒരു കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. നിലത്ത് കിടക്കാം. അച്ഛൻ എവിടെയെങ്കിലും ഒരു മൂല കിട്ടിയച്ചാൽ മതി. ദെൻ ഓക്കെ, ഐ വിൽ ഷെയർ വിത്ത് യു. പ്രൈസ് ദി ലോർഡ്. അവര് പുറത്തു പോയിട്ട് സാധനം എല്ലാം മേടിച്ചിട്ട് വന്നു. അവരുടെ കൂട്ടത്തിൽ ആളുടെ കൂടെ നിന്നു. കാരണം വളരെ ഡേഞ്ചറസ് പോയിട്ടില്ല. ധ്യാനം മുഴുവൻ കൂടി. ധ്യാനം കഴിഞ്ഞിട്ട് നേരെ ആശുപത്രിയിലോട്ട് പോയി ചെക്കപ്പ് നടത്തുമ്പോൾ അങ്ങനെ ഒരു സംഭവം തന്നെയില്ല. കംപ്ലീറ്റ്ലി ക്ലിയർ. അതിന് കാരണം പാപം. ബൈബിൾ പറയുന്നു, ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എന്റെ ശരീരം ക്ഷയിച്ചുപോയി. ശരീരം ക്ഷയിക്കുന്ന ശരീരത്തിൽ രോഗമുണ്ടാകുമെന്നാ പറയുന്നത്. പൈശാചികം പീഡ കുടുംബത്തിലുണ്ടാകുമെന്ന് ബൈബിൾ ആവർത്തിച്ച് പറയുന്നത്. സങ്കീർത്തനം 107:19-20. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. കണ്ടോ, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. അവരെല്ലാ ഭക്ഷണത്തെയും വെറുത്തു. മൃത്യുകവാടങ്ങളെ സമീപിച്ചു. മൃത്യുകവാടച്ച് അവർ കല്ലറയോ സമീപിച്ചു, മരണത്തോടടുത്തു എന്ന് പറയുന്നത്. ശ്രമത്തിൽ പറഞ്ഞ യേശുവേ നന്ദി. സങ്കീർത്തനം 38:1 മുതലുള്ള വചനം പറയുന്നുണ്ട്, കർത്താവേ, അങ്ങയുടെ കോപത്തിൽ എന്നെ ശാസിക്കരുത്, അങ്ങയുടെ ക്രോധത്തിൽ എന്നെ ശിക്ഷിക്കരുത്. അങ്ങയുടെ അസ്ത്രങ്ങൾ എന്നിൽ ആഞ്ഞു തറച്ചിരിക്കുന്നു.
അങ്ങയുടെ കരം എന്റെ മേൽ പതിച്ചിരിക്കുന്നു. അങ്ങനെ രോഷം മൂലം എന്റെ ശരീരത്തിൽ സ്വസ്ഥതയില്ല. എന്റെ പാപം നിമിത്തം എന്റെ അസ്ഥികളിൽ ആരോഗ്യമില്ല. എന്റെ അകൃത്യങ്ങൾ എന്റെ തലയ്ക്ക് മുകളിൽ ഉയർന്നിരിക്കുന്നു. അതെനിക്ക് താങ്ങാനാവാത്ത ചുമടായിരിക്കുന്നു. വീണ്ടും പറയുകയാണ് സങ്കീർത്തനം 38:17-18, ഇതാ ഞാൻ വീഴാറായിരിക്കുന്നു, വേദന എന്നെ വിട്ടുപിരിയുന്നില്ല. ഞാൻ എന്റെ അകൃത്യങ്ങൾ ഏറ്റുപറയുന്നു, എന്റെ പാപത്തെ പറ്റി ഞാൻ അനുതപിക്കുന്നു എന്ന് ഈ മനുഷ്യൻ ഏറ്റുപറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ബൈബിൾ മുഴുവൻ പറയുന്ന പാപം കിടന്നാൽ അത് നിന്നെ രോഗിയാക്കും, നിന്റെ ജീവിതം തകരും. എന്താണ് വാട്ട് ഈസ് സിൻ? ഡിസൊബീഡിയൻസ്. ദൈവത്തിന്റെ നിയമങ്ങളും ദൈവിക കൽപ്പനകളോടുള്ള ഡിസൊബീഡിയൻസ് ആണ് പാപം. അത് ഈ ലോകത്തില് ഇന്ന് ഒത്തിരി മക്കൾ ചെയ്തുകൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക്. അല്ല, വിദേശമൊന്നുമില്ല, കേരളത്തിലൊക്കെ അതിന്റെ ഒത്തിരി കൂടി, ഇവിടെയുള്ളതിനേക്കാളും ചിലപ്പോൾ കൂടുതൽ നമ്മുടെ കേരള കോണ്ടെക്സ്റ്റിലാണ്. ഇവിടെയുള്ളതിനേക്കാൾ കൂടുതൽ കാണും എല്ലായിടത്തും, എവരിവെയർ. അല്ലാണ്ടൊരു നമുക്ക് രാജ്യമൊന്നും പറയാൻ പറ്റില്ല, എവരിവെയർ. അതിന്റെ പരിണതഫലം മാക്സിമം സംഭവിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ആളുകളൊരു സഹോദരി വന്നിട്ട് കരയെ എൻ്റെ അടുത്ത് വാവിട്ട് കരയ, അച്ചോ എൻ്റെ അനിയത്തിക്ക് മക്കളില്ല, അതിന്റെ കാരണക്കാരത്തി ഞാൻ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ സ്വയം കുറ്റപ്പെടുത്തി. ഞാൻ വാട്ട് ഹാപ്പൻ പറഞ്ഞാൽ, എനിക്ക് 2 കുട്ടികളുണ്ടായിരുന്നു. 3ാമത്തേന് ഞാൻ പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിന്റെ പാരൻസും പറഞ്ഞു, യു ഹാവ് ടു അബോർട്ട്, യു ഹാവ് ടു ഡിസ്ട്രോയ് ദാറ്റ് ചൈൽഡ്, കിൽ ദാറ്റ് ചൈൽഡ്. അപ്പൊ ഞാൻ സമ്മതിച്ചില്ല, ഒത്തിരി ഞാൻ സമ്മതിച്ചില്ല. പേരൻസ് അവർ നിർബന്ധിച്ചു, നമുക്ക് ഇതിപ്പം പറ്റത്തില്ല, വീട്ടിലെ സാഹചര്യം, സാമ്പത്തികം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിർബന്ധിച്ച് പറഞ്ഞിട്ട് കുഞ്ഞിനെ കൊണ്ട് തെറ്റിയേക്ക് പോകും. അപ്പൊ അവൾ അവസാനം തീരുമാനിച്ചു, ഞാൻ അബോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇവളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഇവളുടെ സ്വന്തം അനുജത്തി. അപ്പൊ ഇവളെന്ത് ചെയ്തു, സ്വന്തം വീട്ടിൽ ചെന്നു, സ്വന്തം അപ്പൻ്റെ അമ്മയുടെ അടുത്ത് ചെന്നു, ഇവളുടെ അനുജത്തിയുടെ അടുത്ത് ചെന്നു. അനുജത്തി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, അവൾ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ അവളുടെ അടുത്ത് എന്ന് പറഞ്ഞു, അനിയത്തി, ഇതുപോലെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ വീട്ടുകാരും പറയുന്നു ഈ കുഞ്ഞിനെ കളയണം. വാട്ട് യു സേ, നീ എന്ത് പറയുന്നു? അപ്പൊ ഇവള് തീരുമാനം എടുത്തിരുന്നു, എൻ്റെ അനിയത്തി എന്ത് പറയുന്നു അതാണ് എൻ്റെ നിയമം, അവൾ എന്ത് പറഞ്ഞാലും അത് ചെയ്യും. അവള് കേട്ടപാട് പറഞ്ഞു, ചേച്ചി ഇന്നിത് കോമണാ ചേച്ചി, ഇതത് സാരമില്ല ചേച്ചി, അത് കളഞ്ഞേര്, അത് ഇപ്പൊ അവരൊക്കെ പറഞ്ഞത് ശരിയാണോ, അല്ല അവർക്ക് വേറൊന്നും ഉണ്ടായിരിക്കില്ല, എല്ലാം പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുക. ഇതൊരുപാട് മക്കളുണ്ട്, തിന്മയ്ക്ക് പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുക, പോസിറ്റീവ് എഫക്ട്. ഇത് ചെയ്യുന്ന പക്ഷം ഉണ്ടാകാൻ പോകുന്ന നന്മയുടെ വശങ്ങളെ കുറിച്ച് മാത്രം ആണ് പിശാച് പറയുന്നത്. ഈ പണം പറിച്ചു കഴിച്ചാൽ ഉണ്ടാകുന്ന നന്മയുടെ വശങ്ങൾ എന്തൊക്കെയാണ്? ദൈവത്തെ പോലെ ആകും, പലതും നേടിയെടുക്കാൻ പറ്റും, നമ്മൾ വലിയ ആളുകളായിട്ട് പോകും, മരണവും സംഭവിക്കില്ല. എല്ലാം പോസിറ്റീവ് എലമെന്റ്സുമാണ്. ഈ നാട്ടിലൊക്കെ നിങ്ങൾ കാണും, എന്ത് ചെയ്താലും അതിന്റെ പോസിറ്റീവ് എഫക്ട് പറയുന്ന ഒത്തിരികൾ. സഭയെ പഠിപ്പിച്ചാലും, എന്ത് ചെയ്താലും, വിശ്വാസം കളഞ്ഞാലും, ഞായറാഴ്ച സാബത്ത് ലംഘിച്ചാലും, ദൈവകൽപ്പന മുഴുവൻ മുറിച്ചു കളഞ്ഞാലും അതിന് പോസിറ്റീവ് വശം, അതിന്റെ അപകടവശം പറയില്ല. Because he is a liar. Praise the Lord. യോഹന്നാൻ 8:44, അവൻ നുണയനും നുണയന്റെ പിതാവുമാണ്. അവൻ ആദ്യം മുതലേ കൊലപാതകയാണ്, അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. അതുകൊണ്ട് അവനൊരിക്കലും അതിന് യഥാർത്ഥ അപകടം പറഞ്ഞു കൊടുക്കില്ല. അതാണ് തലമുറ നശിക്കാൻ പോകുന്നത്. കാരണം ശരിക്കും പാപത്തിന്റെ അതിന്റെ യഥാർത്ഥ പരിണിത ഫലം അത് പറഞ്ഞു കൊടുക്കുകയാണ് സാത്താൻ ഒരിക്കലും. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അനിയത്തി പറഞ്ഞത് കേട്ടു, അനിയത്തി പറഞ്ഞു കളഞ്ഞേക്കാൻ പറഞ്ഞു. ഉടനെ ചേച്ചി അത് സമ്മതിച്ചു. ഈ ചേച്ചി അനിയത്തിയുടെ തീരുമാനമാണോ കേൾക്കേണ്ടത്? ഈ കുഞ്ഞിനെ ജനിപ്പിച്ച ദൈവമല്ലേ? ദൈവത്തിന്റെ ദൈവമല്ല അവള് കേൾക്കേണ്ടത്. അവളുടെ ദൈവമാണ്, അനിയത്തിയാണ് അവളുടെ ദൈവം. അവളുടെ ദൈവമായി അനിയത്തിയാണ് അവളുടെ ദൈവം. അവളുടെ ദൈവം ഈശോ മിശിഹായല്ലേ, ആ ദൈവത്തിന്റെ വചനമല്ല കേൾക്കേണ്ടത്. സംഭവിച്ചത് അബോർഷൻ നടത്തി, അതിനുശേഷം അതിനുശേഷം ഇവരുടെ അനിയത്തിയുടെ കല്യാണം നടക്കുന്നു. അനിയത്തിയുടെ കല്യാണം കേട്ട് 6 വർഷമോ 7 വർഷം കൊണ്ട് കഴിഞ്ഞു, മക്കളില്ല. അനിയത്തിക്ക് മക്കളില്ല. അവൾ ആശുപത്രി മുഴുവൻ കയറി നടക്കുന്നു. IVF-നെ കുറിച്ച്
ഇതൊന്നും IVF പരിപാടി ഒരുപാട് പ്രകൃതി വിരുദ്ധമായ വിധത്തിലൊക്കെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്ന മാതാപിതാക്കൾ, ഇതെല്ലാം സോഷ്യലി അക്സെപ്റ്റഡ് എന്നുള്ള കോൺസെപ്റ്റ് ശക്തമായിട്ട് കയറിക്കൊണ്ടിരിക്കുക. എന്റെ പ്രിയപ്പെട്ട മക്കളെ, എനിക്ക് മനുഷ്യരുടെ വാക്കുകൾ പറയാനില്ല, ദൈവത്തിന്റെ വചനം മാത്രമേ പറയാനുള്ളൂ. അതായത് വചനം ഇതാണ്, പ്രഭാഷകന്റെ പുസ്തകം 21:1-3 വരെയുള്ള വചനം. മകനേ, നീ പാപം ചെയ്തിട്ടുണ്ടോ? മേലിൽ ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായിട്ട് പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക. അടുത്ത് ചെന്നാൽ അത് കടിക്കും. അതിന്റെ പല്ലുകൾ സിംഹത്തിന്റെ പല്ലുകളാണ്. അത് നിന്റെ ജീവൻ അപഹരിക്കും. ബൈബിള് പറയുന്നത് അത് ജീവൻ അപഹരിക്കുന്നു. നാട്ടിലുള്ളവർ പറയും അത് ജീവനൊന്നും ബാധിക്കില്ലെന്ന് പറയും. നീ അവൻ പറയുന്നതാണോ കേൾക്കേണ്ടത്, യേശുക്രിസ്തു പറയുന്നതാണോ കേൾക്കേണ്ടത്, തിരുവചനത്തെയാണോ വിശ്വസിക്കേണ്ടതെന്ന് നീ തീരുമാനിച്ചു കൊടുക്കുക. പറയാമോ? ഹല്ലേലൂയാ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ നന്ദി. 2 കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് അഭിഷേകം വ്യാപരിക്കട്ടെ. അംഗമൊളിച്ചതില് നാളെ അതിന്റെ പരിണിത ഫലം കാണിക്കും. അത് വ്യക്തികൾ തന്നെ ചെയ്താലും, ഭാര്യ ഭർത്താവും കൂടെ ഒരുമിച്ച് ചെയ്താലും, രഹസ്യമായിട്ട് ചെയ്താലും പരസ്യമായിട്ട് ചെയ്താലും, അത് അച്ഛന്മാര് ചെയ്താലും കന്യാസ്ത്രീ ചെയ്താലും എത്ര ചെയ്താലും ആര് ചെയ്താലും അതിന്റെ പരിണിത ഫലം അതുണ്ടാകും. ദൈവകൽപ്പനകളും ദൈവിക നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ആര് പ്രവർത്തിച്ചാലും അതിനൊരു സമയം കഴിയുമ്പോൾ അതിന് പരിണിത ഫലമുണ്ട്. അപ്പൊ ഈ പരിണിത ഫലങ്ങളെ കുറിച്ച് ബൈബിള് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയും എനിക്കൊന്ന് 10,000 പ്രാവശ്യം പരിശുദ്ധാത്മാർ ഈ വചനം ആവർത്തിച്ച് പറഞ്ഞു. There is consequence for sin. പാപത്തിന് പ്രധാനമായും 4 പരിണിത ഫലമാണ്. 4 kinds of consequences. 4 തരം പരിണിത ഫലം ഉണ്ടാവും. ദൈവകൽപ്പന രഹസ്യമായോ പരസ്യമായോ ലംഘിക്കുന്ന പക്ഷം 4 തരത്തിലുള്ള പരിണിത ഫലം 100% നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. കാരണം ദൈവം എന്തുകൊണ്ട് 100% ജീവിതത്തിൽ ഉണ്ടാകും എന്ന് പറയാൻ കാരണം അത് ദൈവവചനം പറയുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. യേശുവേ നന്ദി. ഹല്ലേലൂയാ. ഇന്ന് ഒത്തിരിയേറെ ആളുകൾക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. കുമ്പസാരിച്ചാൽ മതി എല്ലാ പ്രശ്നവും. തീർച്ചയായിട്ടും കുമ്പസാരം എന്ന കൂദാശ നാം സ്വീകരിക്കുമ്പോൾ, ഒരു പാപി കുമ്പസാരമെന്ന കൂദാശ സ്വീകരിക്കുമ്പോൾ തിരുവചനം പറയുന്നതനുസരിച്ചും സഭയുടെ പ്രബോധനം അനുസരിച്ചും ആ വ്യക്തിക്ക് നരകശിക്ഷയിൽ നിന്ന് പൂർണ്ണമായ, പക്ഷേ കാലിക ശിക്ഷ, ടെമ്പറൽ പണിഷ്മെന്റ് അനുഭവിക്കേണ്ടി വരും. He has to undergo that consequence of that sin in this world itself. പക്ഷേ ആ വ്യക്തിക്ക് നിത്യമരണത്തിൽ നിന്നും നിത്യനാശത്തിൽ നിന്നും ആത്മാവ് രക്ഷപ്പെടും കുമ്പസാരം എന്നൊരു കൂദാശ നടത്തി കഴിയുന്നു. അതുകൊണ്ട് പാപമോചനം എന്ന വിഷയം പറയുമ്പോൾ പാപകടം എന്നൊരു മേഖല പറയും. ഈ വർഷം കരുണയുടെ വർഷമായിട്ട് സഭ പ്രഖ്യാപിച്ചിരിക്കുന്നത് പാപകടങ്ങളിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി സഭ നൽകുന്ന ഒരു വർഷമാണ്. ഇങ്ങനെയുള്ള ചില പൂർണ്ണദണ്ഡ വിമോചനം എന്ന് പറയുന്ന മേഖല. പക്ഷെ അവിടെ പോലും സഭ പറയുന്നത് നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. ഹല്ലേലൂയാ. യേശുവേ നന്ദി. ഈ ലൂർദിൽ നിങ്ങളൊക്കെ ചിലർക്ക് പോയിട്ടുണ്ടോ? ലൂർദിൽ ചെല്ലുമ്പോൾ അവിടെ ഏറ്റവും വലിയ സംഭവം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള ഏറ്റവും വലിയ സംഭവം. അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് സെന്റ് ബെർണർദിത്തായുടെ കുറിച്ചുള്ള അറിവ്. സെന്റ് ബെർണർദിത്തായിക്കാണല്ലോ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. അവിടെ ഏറ്റവും വലിയ മറക്കുന്നത് ഈ സെന്റ് ബെർണർദിത്തായിക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ പറയുന്നുണ്ട്, അമ്മ പറയുന്ന 2 കാര്യം. യു കിസ് ദ ഗ്രൗണ്ട് ഫോർ സിന്നേഴ്സ്. നീ ഭൂമി ചുംബിക്കുക, അതുപോലെ ഗ്രാസ്, പുല്ല്, ഇത് പറിച്ച് തിന്നുക. അവിടെ നിലത്തുള്ള ചെളി എടുത്തിട്ട് നിന്റെ മുഖത്തേക്ക് കൈകാലുകളത്തേക്ക് ഫോർ സിന്നേഴ്സ്. പരിഹാരവും പ്രാശ്ചിത്തവും ചെയ്യുക എന്ന് പറഞ്ഞു. അതിന് കാരണം എന്താണ്? പാപത്തിന്റെ പാപകടം എന്നൊരു തലം കൂടെ കടപ്പുണ്ട്.
അത് മറ്റുള്ളവരുടെ നമ്മുടെ സഹനം കൊണ്ട് മാത്രമേ നമുക്കത് പരിഹരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് വ്യക്തതയോടെ അവിടെ പഠിപ്പിക്കുക. പ്രസവിശിക മാതാവിന്റെ 3 പുഷ്പങ്ങളുണ്ട്. ആ 3 പുഷ്പങ്ങളുടെ അർത്ഥം: 1 പ്രാർത്ഥന, 2 റിപ്പറേഷൻ, 3 പെനൻസ്. എന്നുവെച്ചാല് പ്രാർത്ഥന, ഉപവാസം, പ്രാശ്ചിത്തം. പ്രാർത്ഥന, പരിഹാരം, പ്രാശ്ചിത്തം. പ്രാർത്ഥന, പരിഹാരം, പ്രാശ്ചിത്തം. ഈ 3 കാര്യങ്ങൾ വ്യക്തതയോടെ ചെയ്യണം. ചെയ്താൽ മാത്രമേ ആ ഒരാളുടെ ആത്മാവിന് വിടുതൽ കിട്ടുള്ളൂ. യേശുവേ നന്ദി. വിഷയത്തെ തിരിച്ചു വരിക. പാപത്തിന് 4 തരം പരിണിത ഫലമുണ്ട്. ഒന്നാമത്തെ പരിണിത ഫലം ദൈവബന്ധം മുറിഞ്ഞു പോകുന്നു. Alienation from God. Alienation from God. ഞാനും എന്റെ ദൈവവുമായിട്ടുള്ള ആത്മീയ ബന്ധം, ആത്മബന്ധം, ആത്മീയ ഐക്യമുണ്ട്. That communion with God. That communion with God. അത് ബ്രേക്ക് ആയി പോകും. Praise the Lord. ദൈവവുമായിട്ട് ഐക്യമുള്ള ഒരു വ്യക്തി ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വചനത്തോട് സ്നേഹം കൂടുതലായിരിക്കും, പരിശുദ്ധ കുർബാനയോട് സ്നേഹം കൂടുതലായിരിക്കും, സഹിക്കാനുള്ള ശക്തി കാണും, വചനാധിഷ്ഠിതമായ വ്യക്തി ജീവിക്കും. ആ വ്യക്തി തന്റെ ജീവിതത്തില് ആത്മരക്ഷയ്ക്ക് മുൻതൂക്കം കൊടുക്കും. സ്വന്തം ആത്മാവിന്റെ നിലനിൽപ്പാണ് ആൾ ഏറ്റവും നോക്കും. എല്ലാവരും ഞാനും എന്റെ ദൈവമായിട്ട് ഭയങ്കര ബന്ധമോ, ഭയങ്കര സ്നേഹം ഐക്യോ, വെറുതെ പച്ച നുണ പറയുന്ന ഒത്തിരി ആളുകളും. പച്ച നുണ. ആത്മനാശത്തിന്റെ വഴികളിലൂടെ പോകുമ്പോ പോലും ചില ആളുകൾ പറയും ഞാൻ ദൈവത്തിലാണെന്ന് പറയുന്നത് കേട്ടു. അപ്പൊ അതാണ് പാപം നൽകുന്ന ഒന്നാമത്തെ പരിണതം. സെപ്പറേഷൻ ഫ്രം ഗോഡ്. സെപ്പറേഷൻ ഫ്രം ഗോഡ്. സെപ്പറേഷൻ. റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി പോവാണ്. അതോടെ ആ ബന്ധം നഷ്ടപ്പെടും. സ്ഥലമൊക്കെ പറഞ്ഞ യേശുവേ നന്ദി. ഞാൻ ഈ വചനം പറയുമ്പോൾ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലോട്ട് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് മരണം എന്ന സത്യം. എന്റെ കൂടെ പഠിച്ച അച്ഛന്മാരില് ഞങ്ങളുടെ 4-5 ബാച്ചില് ഒരേ കാലഘട്ടത്തിലുണ്ടായിരുന്ന അച്ഛന്മാരിൽ ഏകദേശം 17 പേര് മരിച്ചുപോയിട്ടുണ്ട്. യേശുവേ നന്ദി. എന്റെ ക്ലോസ് ഫ്രണ്ട്സ് തന്നെ ഒരു 4-5 പേരോളം മരിച്ചുപോയി. ഒരാള് അച്ഛനായി കഴിഞ്ഞ് 2ാമത്തെ വർഷം ബ്ലഡ് ക്യാൻസർ വന്നു മരിച്ചു. 2 പേര് വണ്ടി ആക്സിഡന്റിൽ മരിച്ചു. ഒരാളൊരു പെട്ടെന്ന് രോഗം വന്നിട്ട് ഈ ലിവറിനും ലങ്സിനും ഇല്ലാണ്ട് പോയി രോഗം കയറി പിടിച്ചിട്ട് പെട്ടെന്ന് മരിച്ചു. അതിന്റെ ക്ലോസ് ഫ്രണ്ട്സ് തന്നെ മരിച്ചു. എന്റെ സെമിനാറിൽ എന്നെ ഒരുപാട് സ്നേഹിച്ച് എന്റെ ഒരു ജ്യേഷ്ഠനെന്ന് പറയാവുന്ന ഒരു അച്ഛൻ കഴിഞ്ഞൊരു 3-4 വർഷം മുമ്പ് പെട്ടെന്ന് മരിച്ചു. ഞാൻ എന്റെ ഇടവക ജീവിതത്തിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു അൾത്താര ബാലൻ എന്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛനും ഒരുമിച്ച് കുരിശുമല കയറുമ്പോൾ ഇടയ്ക്ക് വെച്ച് അവന്റെ ചങ്കിനവേന വന്നു. അച്ഛന്റെ മടിലോട്ട് ഇവനെ ഇരുത്തി, ഇവര് വെള്ളമെല്ലാം കൊടുത്തു. തിരുമിക്കൂടെ നിൽക്കുമ്പോൾ തന്നെ അവൻ പോയി. യേശുവേ നന്ദി. എന്റെ ഇടവകയിലെ 2 യുവജനങ്ങൾ അവരൊരുമിച്ച് ബൈക്ക് എടുത്തുകൊണ്ട് ഒരിടത്ത് യാത്രയ്ക്ക് പോയി കുറച്ച് കഴിയുമ്പോൾ ഞാൻ അറിയുന്നത് 2 പേരും ഒരു ലോറിക്കടിയിലോട്ട് പോയി. 2 പേരും മരിച്ചു. എനിക്ക് അറിയാവുന്ന കഴിഞ്ഞ ആളുകളുടെ ഒരു ഫാമിലി, എനിക്ക് വളരെ അടുത്തിരുന്ന ഫാമിലി, അവിടുത്തെ അപ്പനും അമ്മയും കേരളത്തിലെ ഇന്ത്യയിലെ ഒരു വലിയ ബാങ്കിന്റെ ഹെഡ്സാണ്. 2 പേര്. അവർക്ക് ആകെ ഒരു മോനേ ഉള്ളൂ. അവന് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2nd ഇയർ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവന് ഫീവർ വന്നിട്ട് അവനെ ആശുപത്രിയിൽ കൊണ്ട് ചെക്കപ്പ് ചെയ്തപ്പോൾ ബോൺ ക്യാൻസറും ബ്ലഡ് ക്യാൻസറും കൂടി ഒരുമിച്ചായിരുന്നു. പോയി. സ്നേഹിതനായ ഒരു ഡോക്ടറിന്റെ മോന് ഒരു ദിവസം അവന് അറ്റാക്ക് വന്ന് മരിച്ചു. അപ്പൊ ജീവിതത്തിൽ ഞാൻ ഒരു കാര്യം ഞാൻ പഠിച്ചു, നമ്മളെല്ലാവരും മരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഒരു കാര്യം ഓർത്തോണം, നമ്മൾ മരിക്കും. മരണം എന്നൊരു സത്യത്തിന്റെ വളരെ ബ്രിമ്മിലാണ്, അതിന്റെ വക്കലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഈ ഭൂമിയിൽ നമ്മൾ എന്തെല്ലാം സമ്പാദിച്ചാലും എന്തെല്ലാം നേടിയാലും അത് മുഴുവൻ ഇട്ടേച്ച് പോകേണ്ടവരാണ് നമ്മൾ എന്നുള്ള കാര്യം ഒരിക്കലും മറന്നേക്കരുത്. ആരൊക്കെ ഉണ്ടെങ്കിലും എന്തെല്ലാം ഉണ്ടെങ്കിലും രണ്ടാമത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ദൈവാനുഗ്രഹം കൂടിയുണ്ട്.
മരിച്ചു പോയാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരികയില്ല. യേശുവേ നന്ദി, ഒരിക്കലും തിരിച്ചു വരും. യേശുവേ നന്ദി. കഴിഞ്ഞ നാളുകളിലൊരു ധ്യാനത്തിൽ നമ്മൾ അണക്കരയിൽ ധ്യാനം നടക്കുമ്പോൾ പെൺകൊച്ച്, ഒരു 25 വയസ്സ് പ്രായമുള്ള പെൺകൊച്ച് വളരെ അബ്നോർമലായിട്ട് പെരുമാറി. അപ്പൊ ആളെ കുറിച്ച് അബ്നോർമൽ, ശരിക്കും അബ്നോർമൽ ആയിരുന്നില്ല, പൈശാചിക ശക്തിയായിരുന്നു. ആ കൊച്ചിനെ മാറ്റിയെടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ഷോക്ക്ഡായി പോയി, ഭയങ്കര ഷോക്ക്ഡായി പോയി. കാരണം ഈ കൊച്ച് സ്വന്തം പപ്പയോട് സംസാരിച്ചിട്ട് 6-8 വർഷം കഴിഞ്ഞു പോയി. അപ്പോൾ ഇവള് അവധിക്ക് വരാൻ കേരളത്തിന് പുറത്തെടുത്ത് വർക്ക് ചെയ്യുന്നു. അപ്പനോടൊന്ന് പ്രശ്നമുണ്ടായി, അപ്പനോട്ട് പിണങ്ങി തിരിഞ്ഞ് എന്നിട്ട് സംസാരിക്കില്ല. അങ്ങനെയൊക്കെ ഈ അപ്പൻ പെട്ടെന്ന് മരിച്ചപ്പോഴാണ് ഇവള് പറ്റും. അതിന്റെ ഭയങ്കര ദുഃഖം. അതിനേക്കാൾ ഞാൻ ഷോർട്ടായി പോയത് ഈ കുട്ടി ഒരു പ്രത്യേക സംഭവമാണ്. ഒരു പെങ്കൊച്ചിനൊക്കെ ഇങ്ങനെയായി തീരാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. മോശമായ ജീവിതം അത് വിടുക. അതിനേക്കാളും ഉപരിയായിട്ട് ഇത് നേഴ്സായിട്ട് കഴിയവേ ഇത് ഹോസ്പിറ്റലിൽ വെച്ച് 5 പേർക്ക് മരുന്ന് മാറി ബോധപൂർവം ഇഞ്ചക്ഷൻ കൊടുത്ത് കളഞ്ഞു. ഷോക്ക് ടൈപ്പ്. എന്റെ ജീവിതത്തിന് ആദ്യമായിട്ട് ഇങ്ങനൊരു സംഭവം കാണും. യേശുവേ നന്ദി. അപ്പൊ ഈ സംഭവം കൊച്ചിങ്ങനെ 1 by 1 ഇങ്ങോട്ട് മുഴുവൻ പറയാം. ഞാൻ പറയാം എന്താ സംഭവിച്ചു? ചില പേഷ്യൻസ് വളരെ മോശമായിട്ട് പെരുമാറിയപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, എന്നെ ചെയ്തു. മുഴുവൻ തീർന്നു, മുഴുവൻ തളർന്നു. ആത്മനാശത്തെ ഈ കൊച്ചു രക്ഷപ്പെട്ടു. ധ്യാനം കൂടി കണ്ണുനീരോട് തമ്പുരാനോട് ഞാൻ പറഞ്ഞു, മോളെ ഇന്ന് ധ്യാനം കൂടി എന്ന് കാരണം കൊണ്ട് മോളുടെ സഹനം തീരില്ല, കുറച്ച് ദൈവ സഹനത്തിന് സന്തോഷത്തോടെ സ്വീകരിക്കണം. പ്രസവോഷ് അങ്ങനെ മോളുടെ ആത്മാവിനെ നേടിയെടുക്കുക. എന്തിനാ അച്ഛൻ ഇത് പറഞ്ഞു? മരണവസ്ഥ വെച്ചാൽ അതായത് ഇന്ന് ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും ഓടുന്നത് ആത്മാവിന്റെ രക്ഷയല്ല, ലോകത്തിലുള്ള രക്ഷ മാത്രം, ഭൗതിക നന്മ മാത്രമാണ്. ഭൗതികമായ ദൈവരാജ്യം അല്ല സ്വർഗം. ഭൂമിയിൽ സ്വർഗം പണിയാൻ പോവുക. ഭൂമിയിലെ സ്വർഗം പണിയുന്നവരൊക്കെ മണ്ടന്മാരാണ്. ഭൂമിയിൽ സ്വർഗം പണിയുന്ന മണ്ടന്മാർ. ഭൂമിയിൽ ഏറ്റവും വലിയ പേരെടുക്കുക, വലിയ ആളായിത്തീരുക, ഇതാണ് എല്ലായിടത്തും ഉള്ളത്. മനുഷ്യന്റെ മനസ്സിലേക്ക് ഇരിക്കുന്ന പിശാചിന്റെ ചിന്തയാണ്, പൈശാചിക ചിന്തയാണ്. അതിനുവേണ്ടി അവൻ ആരെ വേണമെങ്കിലും കൊല്ലും, ആരെ വേണമെങ്കിൽ നശിപ്പിക്കും, ആരെ വേണമെങ്കിൽ തീർക്കും. ഏത് വഴിവിട്ട് ജീവിതമല്ലേ ഉള്ളൂ, സുഖിക്കേണ്ടതല്ല, ശരിക്കും സുഖിക്കേണ്ടത്. pleasure seeking people going after all worldly pleasures. ലോകത്തിലുള്ള മുഴുവൻ സുഖങ്ങളും ആസ്വദിക്കുക. അത് കൈയടിച്ച ദൈവത്തിന്റെ മക്കള് പോരാ, നന്നായിട്ട് ഉച്ചത്തില്. പക്ഷെ എന്തിനാണ് പറഞ്ഞാൽ, പാപം ചെയ്യുമ്പോൾ, ദൈവകൽപ്പന ലംഘിക്കുമ്പോൾ എനിക്ക് എന്റെ ദൈവവുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോകുക, ആത്മനാശം സംഭവിക്കുക. ആത്മനാശം സംഭവമുണ്ട്. ആത്മനാശം സംഭവിക്കുക.